നമസ്കാരം, വെൽക്കം ടു ഹെൽത്ത് ടോക്സ്. ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനാണ് ഡയബറ്റീസ്. എന്താണ് ഡയബറ്റീസ്? ഈ ഡയബറ്റീസിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടോ? നമുക്ക് ഒരിക്കൽ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുമോ? എന്തൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഡയബറ്റീസ് വരാതെ നോക്കാം? ഇതിനെക്കുറിച്ചെല്ലാം നമ്മളുടെ കൂടെ ഇന്ന് സംസാരിക്കാനായിട്ട് ഡോക്ടർ ആനന്ദ് ഗോപാലകൃഷ്ണനാണുള്ളത്. അദ്ദേഹത്തിന് 17 വർഷത്തോളമായി ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ റിവേഴ്സ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ഡോക്ടർ ആനന്ദിനോട് ചോദിക്കാം കൂടുതൽ ഡയബറ്റീസിനെ കുറിച്ച്. ഡോക്ടർ ആനന്ദ്, വെൽക്കം ടു ഹെൽത്ത് ടോക്സ്. ഹലോ സർ. ഡോക്ടർ ആനന്ദ് ഒന്ന് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഓക്കെ, എൻ്റെ പേര് ഡോക്ടർ ആനന്ദ്. വിഹാര വെൽനസിന്റെ ഡയറക്ടറാണ്. വിഹാര വെൽനസ് തൃപ്പൂണിത്തുറ ബേസ്ഡ് ഒരു വെൽനസ് ക്ലിനിക് ആണ്. നമ്മളിവിടെ ബേസിക്കലി ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് റിവേഴ്സ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എടുത്ത് പറയുമ്പോഴത്തേക്ക് ഇപ്പം മെജോറിറ്റി ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ആർ ബേസിക്കലി ലൈഫ് സ്റ്റൈൽ ഓറിയന്റഡ്, അല്ലെങ്കിൽ നമ്മളൊരു ഫോൾട്ടി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആയതുകൊണ്ട് കിട്ടുന്ന ഒരു അസുഖമാണ്. സോ വി ബേസിക്കലി ഫോക്കസ് ഓൺ റിവേഴ്സിംഗ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ട്രൈങ് ടു എക്സ്പ്ലോർ ദി കോസ് ഓഫ് പേഷ്യന്റ് സെൻട്രിക്കൽ അപ്രോച്ച് കൊടുക്കാനാണ് പൊതുവെ നോക്കുന്നത്. പിന്നെ എൻ്റെ ക്ലിനിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഐ ഡോണ്ട് ബിലീവ് മൈ പേഷ്യൻസ് കം ബാക്സ് ടു മീ ആഫ്റ്റർ വെരി ലോങ്, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർഷങ്ങളോളം എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഐ ബിലീവ് ദാറ്റ് ഇഫ് ഹി ഹാസ് കം ടു മീ, കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് മനസ്സിലാവുകയും അതുമൂലം ലൈഫ് സ്റ്റൈൽ ഡിസീസ് റിവേഴ്സ് ആയി പോകണമെന്നാണ്. സപ്പോസ് വൺ പേഴ്സൺ ഇസ് ഡയഗ്നോസ് വിത്ത് സംതിങ് പർട്ടിക്കുലർ, അയാൾ വർഷത്തോളം എൻ്റെ അടുത്ത് വരികയാണെന്ന് വെക്കുക, ദാറ്റ് മീൻസ് ദാറ്റ് ദി ഡിസീസ് ഇസ് സ്റ്റിൽ ദേർ. ഹി ഈസ് കമ്മിങ് ടു ചെക്ക് വിത്ത് മീ വെദർ ഹി ഈസ് ഓക്കെ ഓർ നോട്ട്. സോ ഐ എം നോട്ട് ദാറ്റ് ഫിസിഷ്യൻ. സോ ആൻഡ് ഓൾസോ വിത്ത് ദിസ് ഇന്റൻഷൻ 2014 വിഹാര വെൽനസ് സ്റ്റാർട്ട് ചെയ്തത്. വിഹാര വെൽനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മൈ അപ്രോച്ച് വാസ് മോർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് വൈ പീപ്പിൾ go to the same doctors years and years and saying that, oh, ഞാൻ ഡോക്ടറെ കാണുന്നുണ്ട് and my problem is I am under control. പക്ഷെ I somehow felt that അതൊരു സത്യം പറഞ്ഞാൽ അതിനൊരു കുറച്ചുകൂടെ ഹാർഷായിട്ട് വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ fooling oneself എന്ന് വേണമെങ്കിൽ പറയാം. But the problem is still there and you're meeting the doctor and glorifying that I am healthy, seeing that doctor. ഈ ഇന്റൻഷനോടെ തന്നെ ഹെൽത്തും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള കുറെ കൂടെ റാഷണൽ ആയിട്ടുള്ള ഒരു തോട്ട്, അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിഹാര തുടങ്ങിയത്. അപ്പൊ വിഹാരയിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹോളിസ്റ്റിക് കൺസൾട്ടേഷൻസ് ചെയ്യുന്നത്. ഹോളിസ്റ്റിക് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് ഒരു മനുഷ്യന്റെ എല്ലാ ഘടകങ്ങളും നോക്കിയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ആണ് ബേസിക്കലി ചെയ്യുന്നത്. ഈ പ്രോബ്ലം അവിടെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ വി ട്രൈ ടു ഡു ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, റീച്ചിങ് പീപ്പിൾ വേർ വി കണ്ടക്ട് ലോട്ട് ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ്, making it sure that they understand the basics of any condition they are suffering from. I could achieve reaching to people and make them understand how a quality of life and health should be. So I feel I'm passionately successful in that. This is what my ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോഴേ ഞാൻ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്ന ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇതെല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? എത്രത്തോളം അത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്? ഓക്കെ, നമ്മളൊരു ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു ഏർലി ഓൺസെറ്റും ഉണ്ട്, ഒരു ലേറ്റ് പ്രോഗ്രഷനും ഉണ്ട്. അതായത് ഒരു ഡിസീസ് സ്റ്റാർട്ട് ആവുന്ന പോലെ അല്ലായിരിക്കും അത് പ്രോഗ്രസ് ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തുന്നത്. സോ ഇഫ് യു ഡയഗ്നോസിങ് ഇറ്റ് ഇൻ ദി ഏർലി സ്റ്റേജ്, നമുക്ക് അത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഐ എം അസോസിയേറ്റ് ഓൾസോ വിത്ത് അതർ കൺവെൻഷണൽ ഡോക്ടേഴ്സ്. ദേ റിഫർ ടു ദി കേസസ് ദാറ്റ് ആർ ഏജ് ഓൾഡ്. For example, 10 years plus 15 years plus ഉള്ള പേഷ്യൻസ് വരുന്നുണ്ട്. ആൻഡ് ദി ഗുഡ് പാർട്ട് ഈസ് ദേ ഓൾസോ ഫൈൻഡ് ചേഞ്ച് ഇൻ ദ ഹെൽത്ത്. എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ഫിയർ ഓഫ് ദാറ്റ് ഡിസീസ്, ലിവിംഗ് വിത്ത് ദാറ്റ് ഡിസീസ് വളരെ കുറവാണ് പീപ്പിൾ ഹു ടേക്ക് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. നമുക്കിന്ന് ഡയബറ്റീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് ഒരുപാട് പേർക്ക് ഡയബറ്റീസ് ഉണ്ട്. എൻ്റെ പ്രായത്തിൽ എൻ്റെ കൂടെ നേവിയിൽ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറെ പേർക്ക് ഡയബറ്റീസ് ഉണ്ട്. അവർ മരുന്നും കഴിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഡയബറ്റീസ്? കാരണം ഞാൻ കേട്ടിടത്തോളം ഡയബറ്റീസ് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തരാത്തൊരു രോഗമാണ് അല്ലെ? ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. എന്താണ് ആക്ച്വലി ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗം? ഓക്കെ, ഇതിൽ ഇപ്പം പറഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് തരാത്ത അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പൊതുവേ അതിനെ ഫ്രെയിം ചെയ്യാറില്ല. ഡിസീസ് വെരി സ്വീറ്റ് യെറ്റ് വെരി ബിറ്റർ. യെറ്റ് വെരി ബിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും മധുരം തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, പക്ഷേ അതിന്റെ എക്സ്പീരിയൻസ് വളരെ ബിറ്റർ. ആൻഡ് ഓൾസോ യു മെൻഷൻ സംതിങ് റൈറ്റ് നൗ ദാറ്റ് ഓഫ് യുവർ ഏജ് കാറ്റഗറി. സോ ഐ ഡോണ്ട് പ്രിസ്യൂം ദാറ്റ് യു ആർ വെരി ഓൾഡ് ടു പ്രൗഡ്ലി പ്രൊനൗൺസ് ദാറ്റ് യുവർ കാറ്റഗറി ഓഫ് പീപ്പിൾ ആർ ഡയബറ്റിക്. അതിൽ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ബിഫോർ വി കം അപ്പ് ടു ദി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വാട്ട് ലൈഫ് സ്റ്റൈൽ ഇസ്, ഡയബറ്റീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഡയബറ്റീസ് ഇസ് എ ഡിസീസ് ദാറ്റ് ഈസ് ഡിസീസ് ഓർ ഡിസോർഡർ എന്ന് വേണം പറയാം, അല്ലെങ്കിൽ സിൻഡ്രോം എന്ന് വേണമെങ്കിൽ പറയാം. ബേസിക്കലി ഇറ്റ്സ് റിലേറ്റഡ് ടു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. അതായത് നമ്മളെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അത് സിമ്പിൾ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവുകയും ആ ഗ്ലൂക്കോസിന്റെ യൂസേജ് ശരീരത്തിൽ എഫക്ട് ആകുമ്പോൾ വരുന്ന ഒരു അസുഖമാണ് ഈ പറയുന്ന ഡയബറ്റീസ് എന്ന് പറയാം. 2 ടൈപ്പ് ഉണ്ട്. വൺ ഈസ് ടൈപ്പ് 1 ഡയബറ്റീസ് ആൻഡ് സെക്കൻഡ് ഈസ് എ ടൈപ്പ് 2 ഡയബറ്റീസ്.
ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾ പറയുന്നതിന് ഏർലി ഓർ ജുവനൈൽ ഓൺസെറ്റ് ഫ്രം എ വെരി ടെൻഡർ ഏജ്, യങ് ഏജിൽ നിന്ന് വരുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻസുലിൻ കൊടുത്തുള്ള ചികിത്സ നടത്തുക. കാരണം ഈ സ്റ്റേജിൽ ഡയബറ്റീസ് ഡയഗ്നോസ് ആകുമ്പോഴത്തേക്ക് അവരുടെ ശരീരത്തിൽ ഇൻസുലിന്റെ ഉൽപാദനം കുറവായിരിക്കും. ഇൻസുലിന്റെ ഉൽപാദനം കുറയുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം എഫക്ട് ആവുകയും ഗ്ലൂക്കോസ് ലെവൽ കൂടിയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ ഇൻസുലിൻ കൊടുത്തുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിനാണ് പറയുന്നത് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് ടൈപ്പ് 1. ഇനി നമ്മൾ കോമൺലി കാണപ്പെടുന്ന ഒരു ഇതാണ് പറഞ്ഞത് ടൈപ്പ് 2 ഡയബറ്റീസ്. അത് ഇന്ത്യ ഈസ് പ്രൗഡ്ലി ദി ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ്. അതിലും വി ദി എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി ഫ്രം ദി ഗോഡ്സ് ഓൺ കൺട്രി ഈസ് റേഷ്യേറ്റിംഗ് ഹൈ ഓൺ ദാറ്റ്. കേരളമാണോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള സംസ്ഥാനം? കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള സംസ്ഥാനം. Now we have to understand, we are ലിറ്ററസിയിൽ നമ്മൾ മുന്നിൽ നടക്കുന്നു, പല കാര്യങ്ങളും നമ്മൾ മുന്നിൽ. അതിന്റെ കൂടെ ഡയബറ്റീസ് മുന്നോട്ട് പോകുന്നത് where is it lacking? Now coming actually to the understanding of type 2 diabetes, type 2 diabetes is unlike type 1 diabetes. ഇൻസുലിന്റെ അഭാവമല്ല, മിക്ക കണ്ടീഷനിൽ ഇൻസുലിൻ കൂടുന്നതാണ്. We will wonder that നമുക്ക് ഇൻസുലിൻ ഇല്ലാത്തപ്പോഴും ഡയബറ്റീസ് ഉണ്ട്, ഇൻസുലിൻ കൂടുമ്പോഴും ഡയബറ്റീസ് ഉണ്ട്. അതെങ്ങനെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാവുന്ന? ഇൻസുലിന്റെ ബേസിക് റോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻസുലിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് സിംപ്ലസ്റ്റ് ഫോം ആയി, അതായത് ഷുഗറോ ഗ്ലൂക്കോസ് ആയി കൺവേർട്ട് ആകുമ്പോഴത്തേക്ക് അത് സെൽസിലേക്ക് വരും. അതിന്റെ ഒപ്പം അത് ഇൻസുലിനെ കൂടെ വിളിച്ചുകൊണ്ട് വരും. ഫോർ വാട്ട് ടു അപ്ടേക്ക് ഇറ്റ്, മസിൽസ് ഉള്ളിലേക്ക് എടുക്കും. സോ ഇൻസുലിൻ സംവെയർ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഓർ ഏജന്റ് ഓർ സംവെയർ വി സേ കീ ഫോർ ദിസ് ബ്ലഡ് ഷുഗർ ടു ഗെറ്റ് യൂട്ടിലൈസ്. ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് കാരണം അല്ലെങ്കിൽ ഫോൾട്ടി ലൈഫ് സ്റ്റൈൽ കാരണം എന്താ പറ്റുന്നത് വെച്ചാൽ ഇവിടെ കുറെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടുകയും അതേപോലെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടി. വിസ്റൽ ഫാറ്റ് ആണ് മെയിൻലി. വിസ്റൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗൻസിന്റെ മേലിൽ അടിഞ്ഞിരിക്കുന്ന ഫാറ്റ്. അവിടെ ഇത് ഇൻസുലിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അപ്പൊ എന്താ പറ്റുന്നത്? ഗ്ലൂക്കോസും ചെല്ലുന്നുണ്ട്, ഇൻസുലിനും ചെല്ലുന്നുണ്ട്, പക്ഷെ സെൽസിന് ഗ്ലൂക്കോസിന്റെ അപ്ടേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് പറയുന്ന സെക്കൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസിന് നമ്മൾ ഇൻസുലിൻ ഡിപെൻഡന്റ് എന്നല്ല പറയുന്നത്, ഇൻസുലിൻ റിക്വയർഡ് ഡയബറ്റീസ് മെലിറ്റസ്. റിക്വയർഡ് എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇൻസുലിൻ കൊടുക്കാന്നുള്ള രീതിയിലുള്ള ഡയബറ്റീസ് മെലിറ്റസ്. സോ പ്രൈമറിലി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് സാധാരണക്കാർക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഞാനൊന്ന് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പൊ ഇൻസുലിൻ കുറയുമ്പോഴാണ് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്, അല്ലെങ്കിൽ ഇൻസുലിന്റെ എഫക്റ്റ് കുറയുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ കുറയുമ്പോഴാണ്. വേറൊരു കാര്യം കൂടെയല്ല, ഇൻസുലിൻ യൂസ് ചെയ്യാതെ വരും. അതായത് നമ്മുടെ ശരീരം സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ ശരീരത്തിന് യൂസ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റേജ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്താ? ഇതിന്റെ പ്രധാന കാരണങ്ങൾ മെറ്റബോളിക് ഡിസീസ് ആയ അമിതവണ്ണം ഉണ്ടാവാം, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവാം, ഹൈ സ്ട്രെസ് ലെവൽസ് ഉണ്ടാവാം, അതേപോലെ വേറെ അണ്ടർലൈങ് ഡിസീസസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഏർലി സ്റ്റേജിൽ PCOD പോലത്തെ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്ന സ്ത്രീകളിൽ ദാറ്റ് ക്യാൻ ലേറ്റർ ഓൺ ഓൾസോ ഡെവലപ്പ് ഇൻ ടു ഡയബറ്റീസ്. അതിന്റെ ഒരു കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഫിസിക്കൽ ഇനാക്ടിവിറ്റിയും ഡയറ്റ് ആണ് മേജർ തിങ് ദാറ്റ് വർക്ക്സ് ഓൺ ക്രിയേറ്റിംഗ് ആൻ ഇൻസുലിൻ റെസിസ്റ്റൻസ്, വേർ ഇൻ ബോഡിയുടെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടുകയും അല്ലെങ്കിൽ വിസ്റൽ ഫാറ്റോ അല്ലെങ്കിൽ സബ്ക്യൂട്ടീനിയസ് ഫാറ്റോ കൂടുകയും അവിടെ ബോഡിക്ക് ഈ ഉള്ള ഇൻസുലിൻ ദ ബോഡി ഈസ് ട്രൈങ് ടു മേക്ക് യൂസ് ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥ. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നടക്കുന്ന എന്താണ്, ഷുഗർ ശരീരത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഏർലി ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, അതായത് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസിൽ ബോഡിക്ക് ഇൻസുലിൻ ഉൽപ്പാദിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് ഉൽപ്പാദിച്ചു ഉണ്ടെങ്കിലും ശരീരത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പൊ ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഷുഗർ ഇൻടേക്ക്, അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ റൈസ് കഴിക്കുകയാണെങ്കിൽ അത് കാർബോഹൈഡ്രേറ്റ് ആണ്, അതിൽ നിന്നും ബോഡി ഗ്ലൂക്കോസ് എടുക്കുന്നുണ്ട്. ഇത് സെല്ലിലേക്ക് എത്താതെ വരുമ്പോഴാണ് ശരിക്കും ഡയബറ്റീസ് വരുന്നത്. കൺവേർഷൻ നടക്കുന്നുണ്ട്, പക്ഷെ സെൽസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സെൽസിലേക്ക് പോകുന്ന ഗ്ലൂക്കോസ് ആണ് നമുക്ക് എനർജി ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ശരീരം യൂസ് ചെയ്താലല്ലേ എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. യെസ്. അപ്പൊ ആ സെല്ലിലേക്ക് കടക്കാതെ വരുന്ന ഷുഗറിന് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അതിങ്ങനെ ഓടിക്കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് നമ്മളെ ബ്ലഡിൽ ഷുഗർ, അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുമ്പോൾ അല്ലെങ്കിൽ HbA1c നോക്കുമ്പോൾ നമുക്ക് ബ്ലഡ് ഷുഗർ വാല്യൂസ് കൂടുതൽ കാണുന്ന ഈ ഓടി നടക്കുന്ന ഗ്ലൂക്കോസ്. ഇഫ് ഇറ്റ് വാസ് യൂട്ടിലൈസ്ഡ് അത് നോർമൽ റേറ്റിലാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ 70-80 ഒക്കെ കാണുന്ന എന്തുകൊണ്ടാണ്? ശരീരത്തിന് നോർമലി ഇൻസുലിന്റെ പ്രസൻസിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് അതിങ്ങനെ ഓടി നടക്കുന്നത്. അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇറ്റ് ടേക്സ് അപ്പ് ഓൾ ദി ഓർഗൻസ് ദാറ്റ് ഈസ് എൻഗേജ് ഇൻ ഫിൽട്ടറിംഗ് ആൻഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞ് ഷുഗർ എടുക്കുമ്പോൾ. പക്ഷെ ഇത് കൂടാതെ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്, ദാറ്റ് ഇസ് ടു ബി ഡൺ ടു അണ്ടർസ്റ്റാൻഡ് വെദർ യു പ്രീ ഡയബറ്റിക് ഓർ ഡയബറ്റിക്. ഇനി പ്രീ ഡയബറ്റിക് ഡയബറ്റിക് എന്നുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് HbA1c ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 മാസത്തെ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിൽ പ്രീ ഡയബറ്റിക്സ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ വാല്യൂ ഇഫ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ 5.4 to 6.5 ദാറ്റ് മീൻസ് യു പ്രീ ഡയബറ്റിക്. 6.5 മേളിൽ പോയി കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഡയബറ്റിക് സ്റ്റേജ്. പക്ഷെ ഇതിന്റെ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ബോഡിയിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. Now the question is, why did on a primary hand one go for a blood test? It's mainly because they feel that they have this problem. So your body is trying to tell you that test it whether to see ഒരു മാർക്കർ വെച്ച് ഇത് ഡയബറ്റീസ് ആണോ ഇല്ലെന്നും കൂടെ നോക്കിയേ അല്ലെ. At a point he felt a discomfort that he has done a test. One is this. Secondary is majority of people feel that blood test will make them understand whether they are healthy or not. Irrespective of living a healthy lifestyle or a healthy lifestyle. അപ്പൊ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരാൾ എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അൺഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ഒരാൾ ടെസ്റ്റ് ചെയ്യും, കാരണം അയാൾക്ക് എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഒരു പേടിയുണ്ട്, ആകാംക്ഷയിലോടുള്ള ഒരു പേടിയാണ്. ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കാം ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു സ്ട്രെസ് ലെവലായിട്ട് അയാൾ മുന്നോട്ട് പോകും. സോ ബ്ലഡ് ടെസ്റ്റ് ആർ സംവേ ദാറ്റ് ഓൾസോ ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് whether you're pre-diabetic or diabetic. But the question is, if you're following very healthy measures, you don't have to worry on this. Even if the markers are high. No, if you're following healthy lifestyle, markers won't go high. How would the markers go high? Healthy ആയിട്ടുള്ള lifestyle follow ചെയ്യുന്ന ഒരാൾക്ക് മാർക്കേഴ്സ് കൂടുതലല്ലോ. മേ ബി എൻവയറമെന്റൽ സിറ്റുവേഷൻ കാരണം ഉള്ള മാറ്റങ്ങൾ വരാം. പക്ഷെ ഇഫ് മൈൻഡ്ഫുള്ളി ഹി ഈസ് ഫോളോയിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നാച്ചുറലി ഇത് കൂടേണ്ട ആവശ്യം തന്നെ വരുന്നില്ലല്ലോ. ഇല്ല. നമുക്കിനി ഒന്നും കൂടെ ബേസിക്കിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന ഷുഗർ സെല്ലിലേക്ക് പോകാത്ത സിറ്റുവേഷൻ ആണ് ഡയബറ്റീസ്. സെൽസിലേക്ക് യൂസ് ചെയ്യാൻ. അതെ. അപ്പൊ അവിടെ വന്ന് നിൽക്കുന്ന ആ ഷുഗർ നമ്മളുടെ ബ്ലഡ് ലെവലിൽ കൂടുന്നു, ഇതാണ് ഡയബറ്റീസ്. ഇനി ഈ നമ്മുടെ ബ്ലഡിൽ നിൽക്കുന്ന ഷുഗർ എന്തൊക്കെയാണ് നമുക്ക് വരുത്തുന്ന ബുദ്ധിമുട്ടുകൾ? എല്ലാ ബുദ്ധിമുട്ടും വരുത്തും. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ സാധാരണ ഡയബറ്റിക് പേഷ്യന്റ് ക്ഷീണം വരുന്നത്, ആള് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അയാൾക്ക് ക്ഷീണം വരുന്നുണ്ടായിരിക്കും, അയാൾക്ക് യൂറിൻ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. പിന്നെ അയാൾക്ക് ലേറ്റർ ഓൺ ഡെവലപ്പ് ആയി വരുമ്പോഴത്തേക്ക് വാസ്കുലേച്ചർ പ്രോബ്ലംസ്, അതായത് ബ്ലഡിന് വരുന്ന കാരണം ഈ ഷുഗർ യൂട്ടിലൈസ് ചെയ്യാതെ ഇരിക്കുമ്പോഴത്തേക്ക് ഷുഗർ നാച്ചുറലി വിൽ കോസ് ട്രബിൾ ഇൻ ദി ബ്ലഡ് വെസൽസ്, വാസ്കുലർ ആയിട്ടുള്ള പ്രശ്നം, ഹാർട്ടിന്റെ പ്രശ്നം വരാം, ഹൈപ്പർ ടെൻഷന്റെ പ്രശ്നം വരാം. ഈവൻ ഡയബറ്റീസ് ക്യാൻ ലീഡ് ടു ഒബേസിറ്റി, ഒബേസിറ്റി ക്യാൻ ഓൾസോ ലീഡ് ടു ഡയബറ്റീസ്. രണ്ട് ഇന്റർ റിലേറ്റഡ് ആണ്. പിന്നെ വരുന്ന ഹൈ എൻഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ആയിട്ടുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാം, സെക്ഷൽ ഏർജ് കുറയാം, ലാക്ക് ഓഫ് സെൻസേഷൻ ഇൻ ദി ഫീറ്റ്, കിഡ്നി ആയിട്ടുള്ള പ്രശ്നം വരാം, അതുപോലെ കണ്ണിന്റെ വിഷൻ കുറയുന്നത്, ബ്ലഡ് വിഷൻ, ഇതെല്ലാം അതിന്റെ കോംപ്ലിക്കേഷൻസ്. അപ്പൊ അതായത് പല രോഗങ്ങളും ഇതിൽ നിന്ന് തുടങ്ങാം. പല രോഗങ്ങളും തുടങ്ങാൻ ദിസ് മേക്സ് യു സസെപ്റ്റബിൾ ഫോർ ഫർദർ ഇൻഫെക്ഷൻസ് ഓൾസോ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ ഡയബറ്റീസ് പേഷ്യന്റിൽ മുറിവ് ഉണങ്ങാൻ സമയം എടുക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ഇൻഫെക്ഷൻ കൂടുതൽ നേരം നിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഹീലിംഗ് പ്രോസസ് കുറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ കോംപ്ലിക്കേഷൻസ് ഡയബറ്റീസിൽ ഉണ്ടാവാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ലോങ് ടേം അൺട്രീറ്റഡ് ഡയബറ്റീസ് ഓൾസോ എന്റെ കിഡ്നിയുടെ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്നുണ്ട്. ദാറ്റ് ഈസ് അൺട്രീറ്റഡ് ഡയബറ്റീസ് ആണ്. സോ ഇതാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വരുന്ന ഷുഗർ നമ്മളുടെ ബ്ലഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഇതിനെ ഡിറ്റക്ട് ചെയ്യുന്നപ്പോൾ ചില ചെറിയ സിംറ്റംസ് ആയിരിക്കും ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കുക. കാരണം എവിടെയോ ഇതിന്റെ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് നമുക്ക് വിസിബിൾ അല്ല, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അതൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നടക്കാവുന്ന ഒരു കാര്യമാണല്ലോ, അല്ലെങ്കിൽ അതിന് മുന്നേ നടക്കാമല്ലോ. കാരണം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയുന്നതിന് മുന്നേ തന്നെ ദിസ് മേ ബി ഹാപ്പനിങ് ഇൻസൈഡ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾക്ക് ഇപ്പോ ഈ പറയുന്ന ക്ഷീണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഡയബറ്റീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇതിന്റെ ആക്ഷൻ മേ ബി സംവെയർ ഹാപ്പനിങ് സ്റ്റാർട്ടഡ്. അത് സിമ്പിൾ ലോജിക് ആണ്. we started saying that high amount of carbohydrate in the diet. ഇനി ഈ കാർബോഹൈഡ്രേറ്റ് ഞാൻ പറയുന്നത് എൻ്റെ ഗ്രാൻഡ് പേരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദേഴ്സ് എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന സെയിം ഡയറ്റാണ് ഞാൻ കഴിക്കുന്നത്. ബട്ട് ആം ഐ ഡൂയിങ് ദി ഇനഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ദാറ്റ് ദേ ഡിഡ്? അപ്പൊ നാച്ചുറലി ഇൻടേക്ക് ഈസ് നോട്ട് ബാലൻസ്ഡ് ബൈ ദി ഔട്ട്പുട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മെറ്റബോളിസം തെറ്റാം. പ്ലസ് ഇനി ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുറച്ച് വാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് ചെയ്യുന്ന എന്താ?
For me, I would be a person who would be sitting and consulting, right? So I'm not spending my energy there. Yes. So naturally, പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു സമയം that is the gap when I can have my meals, so I go and have my lunch. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്ഷീണം വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ എന്തെങ്കിലും ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയായിട്ട് എന്തെങ്കിലും കഴിക്കും. പിന്നെ അതേപോലെ തന്നെ രാത്രി വേർ ഈസ് മൈ ഫിസിക്കൽ ആക്ടിവിറ്റി, മൈ ഫിസിക്കൽ വർക്ക് ഈസ് വെരി മച്ച് ലിമിറ്റഡ്. അപ്പൊ ഇവിടെ വന്ന എന്താണ്, ഗ്ലൂക്കോസ് ഉള്ളിൽ ചെല്ലുന്നുണ്ട്, പക്ഷെ അത്രയും ഗ്ലൂക്കോസ് എന്റെ ശരീരത്തിൽ യൂസ് ചെയ്യാതെ വരുമ്പോൾ വാട്ട് വുഡ് ദി ബോഡി ഡു? Naturally, it has to develop a crisis, right? It will come into a crisis zone. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിൽ അടുത്ത ബോഡിയുടെ റിയാക്ഷൻ എന്താണ്? ഇനി എന്താണ് ഈ ഇപ്പൊ നമ്മൾ യൂറിനേഷൻ വരുമ്പോൾ നമ്മളുടെ ഷുഗറിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണോ യൂറിനേഷൻ വരുന്നത്? ആണ്. ഓക്കെ. എക്സസ് ഉള്ള എന്തിനും പുറത്തേക്ക് കളയാനാണ് ബോഡി യൂറിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഹൈഡ്രേഷൻ അവിടെ ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറാണ്. ഒരുപാട് വെള്ളം കുടിക്കണം. ഒരുപാടല്ല, നല്ലോണം അത്യാവശ്യം വെള്ളം കുടിക്കും. ഒരുപാട് ഈസ് അഗെയിൻ ദി കോൺസെപ്റ്റ് ദാറ്റ് വി ഹാവ് ടു ലിമിറ്റ് ടു മോഡറേറ്റ്. ഓക്കെ. നമ്മൾ ഇപ്പൊ ഇതില് അടുത്ത കോൺസെപ്റ്റിൽ വരുമ്പോൾ നമ്മൾ ഈ ഭക്ഷണത്തിനെ കുറിച്ച് പറയുമ്പോൾ പച്ചക്കറി ഒരുപാട് കഴിക്കണം. ഈ ഒരുപാട് നമ്മൾ എല്ലാത്തിൻ്റെ ഇടയും ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാടല്ല, മോഡറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ആയിട്ട് കുടിക്കും. പക്ഷെ ഇതിന്റെ പുറകിലുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഗ്ലൂക്കോസ് മെറ്റാബോളിസം എഫക്ട് ആവുന്നതാണ് ടു ഫോൾട്ടി ലൈഫ് സ്റ്റൈൽ. അവിടെ നമ്മൾ ഈ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാൻ നോക്കേണ്ടത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൂടെ ചെയ്താലേ ഒരു എഫക്റ്റീവ് മാനേജ്മെന്റ് ആയിട്ട് ഇതിനെ അഡ്രസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നത് അഡ്രസ് ചെയ്യുന്നത് ഇച്ചിരി വ്യത്യാസമുള്ള ഒരു കാര്യം. മാനേജ് ആണെങ്കിൽ ഈ പ്രശ്നം വച്ചുകൊണ്ട് എനിക്ക് കൂടെ പോവാം. രണ്ടാമത് അഡ്രസ് ചെയ്യണമെന്ന് വെച്ചാൽ പ്രശ്നം വേണോ എന്ന് തീരുമാനിച്ചിട്ട് അത് അങ്ങ് അഡ്രസ് ചെയ്യാം. വേണ്ടെന്ന് വയ്ക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കണം. വേണമെന്ന് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്ത് എന്തോരം വേണം പോവാം. പക്ഷെ എങ്ങനെ പോകുന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഈ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നവർ അപ്പൊ ശരിക്ക് ഡയബറ്റീസ് നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനാണ് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. പക്ഷെ അതിനെ കുറച്ചും കൂടെ മെലോ ഡൗൺ ചെയ്യാൻ ദേ ആർ അൺഅവെയർ. ദേ നോ ദാറ്റ് ദർ ഈസ് ഓൺലി വൺ സൊല്യൂഷൻ. ദാറ്റ് ഈസ് ഈ കൂടുന്നുണ്ട്. അപ്പൊ ഈ മരുന്നുകൾ പൊതുവെ ഓൾസോ, ഞാൻ മരുന്നിനെ പ്രത്യേകിച്ച് നെയിം ചെയ്യുന്നില്ല, മരുന്ന് ചെയ്യുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ ഈ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും, അല്ലെങ്കിൽ ഇൻസുലിന്റെ സെൻസിറ്റീവ് റെസിസ്റ്റന്റ് ആണല്ലോ അത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. വേറെ കുറെ മരുന്നുകൾ ഇതിന്റെ ഒപ്പം കൊടുക്കാറുള്ളത് വെച്ചാൽ യൂറിൻ ഔട്ട്പുട്ട് എൻഹാൻസ് ചെയ്യും. ഇപ്പൊ കുറെ ഇൻസുലിനെ പുറത്തേക്ക് കളയുന്ന ടൈപ്പ് മരുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പറ്റിപ്പോകുന്ന വെച്ചാൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവാം. അപ്പൊ അതൊരു നല്ല സ്റ്റേജ് അല്ല. പക്ഷെ മരുന്ന് ബാലൻസ് ചെയ്യുന്ന ഈ രീതിയിലാണ്. അതായത് ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് വന്നു, അതിനെ ഒന്നെങ്കിൽ സെൻസിറ്റൈസ് ചെയ്ത് യൂസ് ചെയ്യാനുള്ളത്, ഇൻസുലിന്റെ പ്രവർത്തനം ബെറ്റർ ആക്കാനാണ് മരുന്ന് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഭക്ഷണവും ബ്ലഡും തമ്മിലുള്ള ഒരു കണ്ടീഷനിലേക്ക് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മെറ്റാബോളിസത്തിലൂടെ നമ്മളുടെ ഷുഗർ ഗ്ലൂക്കോസ് ആയിട്ട് നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുന്നു. ഇതിന്റെ ഇടയിൽ നമുക്ക് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ആൾക്കോ അല്ലെങ്കിൽ നോർമൽ ഒരു വ്യക്തിക്ക് എന്ത് പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വരുമോ, അത് മെറ്റാബോളിസം കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിനെ കുറിച്ചൊന്ന് പറയൂ. ഓക്കെ, ഈ ചോദ്യം ഒന്നുകൂടെ റീഫ്രെയിം ചെയ്യേണ്ടതുണ്ട്. അതായത് ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് വരുമ്പോൾ എന്താകും എന്നാണ് ചോദ്യം. അതായത് നമ്മൾ ഭക്ഷണമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അത് മെറ്റാബോളിസം എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണല്ലോ പിന്നെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിലാണ്. ഓക്കെ, ഇതിൽ പറ്റുന്ന വെച്ചാൽ രണ്ട് ടൈപ്പ് ഗ്ലൂക്കോസ് ഉണ്ട്. നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഷുഗേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. സിമ്പിൾ ഷുഗർ എന്ന് വെച്ചാൽ അത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡിലേക്ക് ഒരു ലോഡ് ഉണ്ടാക്കും. അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അതിങ്ങനെ കിടന്ന് ഓടിയെടുക്കും. ദർ ഇസ് സംതിങ് കോൾഡ് കോംപ്ലക്സ് ഷുഗർ ഓൾസോ. കോംപ്ലക്സ് ഷുഗർ എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫൈബർ ബേസ്ഡ് ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ എല്ലാവരും പറയാറുണ്ട് വി ഷുഡ് ഈറ്റ് റൈസ്, വി ഷുഡ് ഈറ്റ് ചപ്പാത്തി, ചപ്പാത്തി ഈസ് ബെറ്റർ ദാൻ റൈസ്, കൺസിഡറിങ് ദാറ്റ് ചപ്പാത്തി ഈസ് മോർ കോംപ്ലക്സ്, ഹാസ് മോർ കോംപ്ലക്സ് ഷുഗർ ദാൻ റൈസ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി റൈസും ചപ്പാത്തിക്കുള്ള ഗ്ലൈസമിക് ഡെൻസിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ്. റൈസിന് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഒരു 78 ഒക്കെ ഉണ്ടെങ്കിൽ വീറ്റിന് ഒരു 75 ഉണ്ട്. സോ വി ഹാവ് മെയ്ഡ് എ ചോയ്സ് ഫ്രം 78 to 75. But we have not yet made a choice where the glycemic density is little more low. For example, vegetables like carrot, beetroots ഒക്കെ ഡെൻസിറ്റി ഒരു 780 ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇപ്പോഴും നിൽക്കുന്നത് നമ്മൾ മാറി റൈസിൽ നിന്ന് മാറി വീട്ടിലേക്കാണ്. Now the more we talk to patients, they proudly say that they are also eating millets, which has come to 72. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പോഴും കഴിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടീഷൻഡ് ആയുള്ള ഫുഡ് തന്നെ കഴിക്കുന്നത്. അതായത് നമുക്കൊരു മലയാളിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ധാന്യമില്ലാത്ത ഒരു ഭക്ഷണം ചിന്തിക്കാൻ സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? മേ ബി അതൊരു അഡിക്ഷനായി മാറിയിട്ടുണ്ടോ, ഒരു ശീലമായി മാറി. വർഷങ്ങളായിട്ടുള്ള ഒരു ശീലമാണ്. ഗ്രോയിങ് സ്റ്റേജിലും ഗ്രോൺ സ്റ്റേജിലും ഇനി ഗ്രോത്ത് ഇല്ലാത്ത ഒരു സ്റ്റേജിലും ഇതൊരു ശീലമാണ്. അത് ഗ്രോത്ത് ഇല്ലാത്ത ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ട് ഗ്രോത്ത് ഇല്ല, മെയിൻ്റെനൻസ് ആണ് ഉള്ളത്. ആ 3 സ്റ്റേജിലും വി ഹാവ് ലേൺ സംതിങ് ഫ്രം എ വെരി യങ് ഏജ് ദാറ്റ് ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു ബി ഈറ്റ്. അൺടിൽ ആൻഡ് അൺലെസ് വി റീകിൻഡിൽ ഓൺ ഇറ്റ് അല്ലെങ്കിൽ റീട്യൂൺ ഇറ്റ്,
നമുക്ക് ഈ പ്രശ്നം മാറാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളീസിനാണ് ഈ പ്രോബ്ലം കൂടുതൽ കാണപ്പെടുന്നത്. ബിക്കോസ് ദി ഈറ്റിംഗ് പാറ്റേൺ ആൻഡ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആണ് അതിലൊരു ഫാക്ടർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഇപ്പൊ മരുന്ന് കഴിച്ചത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും അല്ലേ? ആ റിവേഴ്സിങ് പ്രോസസ്സ് ഒരു കാര്യം, ഒന്ന് ജനങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ റിവേഴ്സലിൽ വർക്ക് ചെയ്യാത്തത്, അതോ അത് അവർക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടാണോ റിവേഴ്സൽ വർക്ക് ചെയ്യാത്തത്? ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഇതൊരു ജനറൽ ആയിട്ട് പറയാതൊക്കെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് രണ്ടും ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ അറിവ് ഇല്ലാത്തതും, രണ്ടാമത് പേടിയും. എൻ്റെ ഷുഗർ ലെവൽ താഴ്ന്നു പോയാൽ എന്ത് പറ്റും? അതായത് ഒരു മരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഡയറ്റ് കഴിച്ചുകൊണ്ട്, അതായത് സാധാരണ രാവിലെ എന്താ കഴിക്കുന്നത് അത് കഴിച്ചുകൊണ്ടാണ് അവർ മരുന്നും കഴിച്ചിട്ട് ഇത് ബാലൻസ് ചെയ്യാൻ നോക്കുന്നത്, പറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അത് നോർമൽ ആണെന്നുള്ള ഒരു കാര്യം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ അവിടെ ഒരു ചോദ്യം, നോർമൽ ആണോ? അല്ല, അത് കൂടിയിരിക്കുകയാണ്. ഞാൻ മരുന്ന് കഴിച്ചതിന് നോർമൽ ആണെന്നുള്ള രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. രണ്ടാമത് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ കാരണം മനസ്സിലാക്കണം. ഈ കാരണത്തിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുകയും അതിന്റെ യൂട്ടിലൈസേഷൻ കുറയുന്നു ഇൻ ദി ഏർലി സ്റ്റേജ്, ആൻഡ് ഇറ്റ് ഹാസ് റീച്ച് എ പോയിന്റ് ദാറ്റ് ബോഡി ഹാസ് ബിക്കം ഇൻസെൻസിറ്റീവ് ടു യൂസ് ഇറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ വരുന്നതാണ് ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ആ ഫുഡിന്റെ കാര്യം ഞാൻ ഒരു ഡയറ്റ് പ്ലാൻ ആയിട്ട് ഇവിടെ പറയാൻ പറ്റില്ലായിരിക്കും. ബിക്കോസ് ഒരു പേഴ്സൺ സെൻട്രിക്, പേഷ്യന്റ് സെൻട്രിക് അപ്രോച്ച് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഓരോ പേഷ്യന്റിന് വേറെ ടൈപ്പാണ്, ബേസ്ഡ് ഓൺ ദിയർ ലൈഫ് സ്റ്റൈൽ, ഏജ്, അവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അവർ പൊതുവെ ഹൗ ദി ആർ റിസെപ്റ്റീവ് ടു ഇറ്റ്. സ്ട്രെസ് ഉള്ള ഒരാൾക്കാർക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഡയറ്റ് ചാർട്ട് കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ദാറ്റ് വുഡ് ബി അഗെയിൻ വെരി മച്ച് സ്ട്രെയിൻ ടു ദം. സോ യു അണ്ടർസ്റ്റാൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് മേക്ക് എ ചേഞ്ച്. പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫുഡ് ദാറ്റ് ആർ ഹൈ ഇൻ ഗ്ലൂക്കോസ് അത് കുറയ്ക്കാൻ നോക്കുക. ഇനി ഹൈ ഇൻ ഗ്ലൂക്കോസ് നോക്കുമ്പോൾ മലയാളി പോപ്പുലേഷൻ കഴിക്കുന്ന പൊതുവെ ഭക്ഷണം എന്തൊക്കെയാണ് കഴിക്കുന്നത്? ചോറ്. ഇപ്പൊ സുബി ചപ്പാത്തി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെല്ലാരും അരി ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിവാൻ വേണ്ടി ചെയ്യുന്നത്. വി ഹാവ് കം ടു എ പോയിന്റ് ദാറ്റ് എവറി നൈറ്റ് വി ഈറ്റ് ചപ്പാത്തി. പണ്ട് കുറെ വർഷങ്ങൾക്ക് മുന്നേ നോക്കുകയാണെങ്കിൽ ചപ്പാത്തിയൊക്കെ വല്ലപ്പോഴും ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം. Now we have come to a point that where we started believing that chapati will prevent me or help me address my diabetes. പക്ഷെ അതൊരു ഫോൾട്ട് ആണ്, അതൊരു ഫോൾസ് ബിലീഫ് ആണ്. അത് മാറ്റേണ്ട ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളൊരു ഗ്ലൈസിമിക് ഡെൻസിറ്റി അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഫുഡിന്റെ, റൈസിന് ഒരു 78% ആണെങ്കിൽ വീറ്റിന് ഒരു 75% ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ബട്ട് ഐ ഹാവ് ചേഞ്ച് ടു വീറ്റ് ഓവർ റൈസ്. അതിൽ പുതിയതായിട്ട് നമ്മളെല്ലാവരും നമ്മളും പറയാറുണ്ട്, ഡോക്ടേഴ്സും പറയാറുണ്ട്, നിങ്ങൾ മില്ലറ്റ്സ് കഴിക്കും. മില്ലറ്റ്സിന്റെ ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത് 72% ആണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ പറയുന്നതിന്റെ ഒരു കാര്യം എന്താ, ഇപ്പൊ ആരുടെ ചോദിച്ചാലും പറയുന്നത് മില്ലറ്റ്സിന് വീറ്റിനെക്കാളും കൂടുതൽ ഫൈബർ ഉണ്ട്, അല്ലെങ്കിൽ വീറ്റിന് റൈസിനെക്കാളും കൂടുതൽ ഫൈബർ ഉണ്ട്. ബട്ട് യു ലുക്ക് ഫോർവേഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഫൈബർ കൂടുതലുള്ള സാധനം ഏതാണ്? ഈ മൂന്നും അല്ലാതെ വേറെ കുറെ കാറ്റഗറീസ് ഓഫ് ഫുഡ് ഉണ്ട് ദാറ്റ് ഹാസ് ഹൈ amount of fiber. So അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന മുൻപന്തിയിൽ നിൽക്കുന്നതാണ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. Vegetables per se, for example, carrot or beetroot would have 6 to 7% of this. പക്ഷെ അത് നമ്മൾ ഓപ്റ്റ് ചെയ്യാതെ ഈ ഭക്ഷണം ഓപ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ ഇൻ ഇറ്റ് സെൽഫ് ഈസ് ആ ലേൺ പാറ്റേൺ ഓഫ് ഈറ്റിംഗ്. അതായത് സീരിയൽസ് ആയിരിക്കണം കൂടുതൽ നമ്മളെ പ്ലേറ്റിലുള്ളത്. ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഗോയിങ് സംവേ എനി പ്ലേസ്, വാട്ട് വുഡ് യു സെർവ് ഫസ്റ്റ് ഇഫ് ദർ ഇസ് എ ഗ്രെയിൻ ഓപ്ഷൻ? ചോറായിരിക്കും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം രാഗി ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി എടുക്കും, അതിന്റെ അക്കോർഡിംഗ്ലി ആണ് കറി എടുക്കുന്നത്. സോ ഓൾറെഡി യു ആർ യൂസിങ് ദി സെയിം പ്രിൻസിപ്പിൾ വേർ യു ആർ സെൻഡിങ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ കണ്ടന്റ് ഇച്ചിരി കുറവായിരിക്കും, അത് ഉള്ളിലേക്ക് ചെന്നിട്ട് ബ്ലഡിലേക്ക് ആ ഗ്ലൂക്കോസ് ലോഡ് കൂട്ടും. അതിനെ കൗണ്ടർ ചെയ്യാനാണ് നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫൈബർ ബേസ്ഡ് ആയിട്ട് പൊതുവെ ഈസിലി മനസ്സിലാക്കാൻ പറയാം, ഫൈബർ ബേസ്ഡ് ആയിട്ട് ഇതിലൂടെ ഇൻകൾക്കേറ്റ് ചെയ്യുന്നത്. സോ ഇമാജിൻ യു ആർ ഹാവിങ്, ഫോർ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, രാവിലെ ഒരു ആള് ഇഡ്ഡലിയും ചമ്മന്തി അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാർ കഴിക്കുകയാണെങ്കിൽ അതിൽ ഡെൻസ് കാർബ്സ് ആണ് പുള്ളി അവിടെ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2 or 3 ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട്, ആ പേഴ്സൺ നേരെ ഓഫീസിൽ പോയിരിക്കുകയാണെങ്കിൽ അഗെയിൻ അവിടെ ഹി ഹാസ് സപ്ലൈഡ് ഹിംസെൽഫ് വിത്ത് എ ഡെൻസ് കാർബോഹൈഡ്രേറ്റ്. ഡെൻസ് കാർബോഹൈഡ്രേറ്റ് സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് സപ്ലൈ ചെയ്തത്. അതിനെ എങ്ങനെ കോംപ്ലക്സ് ആക്കാൻ പറ്റും? അതിനെ കോംപ്ലക്സ് ആക്കണമെങ്കിൽ അതിൽ ഫൈബറിന്റെ അംശം കൂട്ടണം. എങ്ങനെ ഫൈബറിന്റെ അംശം കൂട്ടാൻ പറ്റും? Have more vegetables. Is it actually possible for people that they would eat idli and vegetables?
No. സാമ്പാർ ഹാസ് റീസെന്റ് കം ഇൻ ടു ഓപ്ഷൻ വേർ ദേ ചെയ്താൽ ആ സാമ്പാറിൽ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുരിങ്ങക്കോൽ ഉണ്ടായിരുന്നു, ഇതുണ്ട് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പക്ഷെ ലിറ്ററലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി കൂടെ നോക്കി കഴിഞ്ഞാൽ സാമ്പാറിലൂടെ കഷ്ണങ്ങളിലൂടെ എല്ലാം നോക്കി കഴിക്കും. സോ ഹിയർ വി ഹാവ് ടു ചേഞ്ച് ഇറ്റ്, ട്വീക്ക് ഇറ്റ് എ ബിറ്റ് സോ ദാറ്റ് വി മേക്ക് എ ഇഡ്ലീസ് കളർഫുൾ. ഹൗ ക്യാൻ യു മേക്ക് യു ഇഡ്ലീസ് കളർഫുൾ? ഇച്ചിരി വെജിറ്റബിൾസ് എടുക്കുക, ഗ്രേറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തിടുക, ആൻഡ് ദെൻ യു മേക്ക് ഇഡ്ലീസ്. ദാറ്റ് ഡസന്റ് ചേഞ്ച് ദി ടേസ്റ്റ് ഓഫ് ദി ഇഡ്ലീസ്. സ്പെസിഫിക്കലി ഇഡ്ലീസ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നാവിൽ ആ ക്യാരറ്റ് ഒക്കെ തട്ടാൻ വി വോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പൊ അതിന് വേണ്ടിയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യുക. ആ ബ്ലെൻഡ് ചെയ്തിട്ട് ഇടുകയാണെങ്കിലത്തേക്ക് അത് നാവിൽ തട്ടുകയില്ല. ദാറ്റ് ഗിവ്സ് യുവർ സെയിം എക്സ്പീരിയൻസ് ഓഫ് ഇഡ്ലി ബട്ട് ലിറ്റിൽ കളർ. ഓർ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഊത്തപ്പം ആയിട്ടുണ്ടാക്കാം. ഞാൻ ഈ സാധാരണ എന്റെ പേഷ്യൻസിനോട് ഊത്തപ്പം പറയുമ്പോഴത്തേക്ക് അവർ സവാള മാത്രമാണ് അവരുടെ മനസ്സിൽ വരുന്നത്. കാരണം കടയിൽ കിട്ടുന്ന ഊത്തപ്പം ഇതാണ്. സോ ഐ എം നോട്ട് ഓൺലി ടോക്കിംഗ് ഓഫ് ഓണിയൻസ്, ഐ എം ടോക്കിംഗ് ഓഫ് ലിറ്റിൽ മോർ ഡെൻസ് ഫൈബർ ഉള്ള സാധനങ്ങൾ ലൈക്ക് ക്യാരറ്റ്സ് ഇടാം, ബീട്രൂട്ട്സ് ഇടാം, ബീൻസ് ഇടാം. ദിസ് ഷുഡ് ബി ദി പ്രിൻസിപ്പിൾ ഓഫ് ചേഞ്ചിങ് യുവർ ഡയറ്റ്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി സോഴ്സ് കാർബ്സിൽ നിന്ന് കുറച്ചിട്ട് ഫാറ്റ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിനെ നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റും, അഡ്രസ് ചെയ്യാൻ പറ്റും. ഫാറ്റ് ഈസ് ഓൾസോ സോഴ്സ് ഓഫ് എനർജി. ബോഡി യൂസസ് ഈദർ കാർബോഹൈഡ്രേറ്റ്സ് ഓർ ഫാറ്റ്സ് ആസ് എ സോഴ്സ് ഓഫ് എനർജി. ഫോർ എക്സാമ്പിൾ ഇഡ്ലിയുടെ ചുമ്മാ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. ഇഡ്ലിയുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന സാമ്പാർ ആണെങ്കിൽ സാമ്പാർ ഒന്ന് ഒഴിവാക്കിയിരുന്നു. ഓൾറെഡി വി ഹാവ് ആഡഡ് ഇനഫ് വെജിറ്റബിൾസ് ഇൻ ദ ഹാവ് ഇറ്റ് വിത്ത് തിക് ചട്നി. കോക്കനട്ട് ചട്നി ആയിട്ട് കഴിക്കാൻ നോക്കാം. തിക് ചട്നി നമുക്ക് ലൂസ് ആക്കാൻ പാടില്ല, തിക് ചട്നി ആയിട്ട് തന്നെ കഴിക്കാൻ നോക്കാം. ഓർ എഗ്സ് ആർ എ ഗുഡ് ഓപ്ഷൻ. മോർണിംഗ് ഇപ്പൊ എഗ്സ് ചേർന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ അതൊക്കെ എത്ര ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പറയുന്നതിന്റെ മുന്നേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, യു ഹാവ് ടു ട്വീക്ക് ദി ഐഡിയ ഓഫ് ഫുഡ്. ബിലീഫ് സിസ്റ്റം ഉണ്ട്, പ്രാക്ടീസ് സിസ്റ്റം ഉണ്ട്. അത് ട്വീക്ക് ചെയ്യാതെ ഇത് പറ്റില്ല. സോ വി ആർ ഓൺലി ടോക്കിംഗ്. ഞാൻ ഇപ്പോഴും മുന്നോട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഫോർ someone who is ready to go back and understand that this has cost me this and I should change this so that I do not suffer. I'm not talking of someone who is happy with the medicines and going further. I'm saying that medicine is good. Medicine has both aspects. Medicine is a boon also for that person, curse also for that person. കാരണം മെഡിസിൻ വെച്ചിട്ട് മാത്രം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ ഹി മേ എൻഡ് അപ്പ് ഇൻ വൺ ഓർ ദി അതർ തിങ്സ്. പക്ഷെ ഇഫ് ഈസ് ഇൻകൾക്കേറ്റിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അലോങ് വിത്ത് ദാറ്റ്, ഈ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാൻ കുറെ കൂടെ എളുപ്പമാണ്. ഇമാജിൻ someone who has a HbA1c of 9. We have get patients, നമുക്ക് പേഷ്യൻസ് വരാറുണ്ട് 9, 9.5 or 9 മുകളിൽ വന്ന് 3 to 4 months ഇടയ്ക്ക് അവരുടെ HbA1c falls below 6. So from a chronic diabetic stage, they have come to a stage of pre-diabetic in the span of 3 months. Because they followed this. It's not because I told this. അതിൽ വ്യത്യാസമുണ്ട്. എനിക്ക് ആരടുത്ത് വേണമെങ്കിൽ സെയിം പ്രിൻസിപ്പിൾ പറയാം, പക്ഷെ ഫോളോ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരാണ്? So that's what we generally say, health is in your hand. Health is not in your hand. Health is in your belief system. So until unless you change your belief system, your practices that you've been following for a quite long time, ഇത് മാറ്റാൻ സാധിക്കുന്നതല്ല. സോ കമ്മിങ് ബാക്ക് ടു ഫുഡ്, ഞാൻ പറഞ്ഞത് ഫുഡിൽ നമ്മൾ ചെയ്യുന്നത് ഫാറ്റിന്റെ പെർസെന്റേജ്, ഫാറ്റ്സും പ്രോട്ടീൻസ് ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വി ഡു എഗ്സ് കൊടുക്കാം, നോൺ വെജ് സോഴ്സസ് കൊടുക്കാം, കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബ്സ്. ഫോർ എക്സാമ്പിൾ ഈ പയറ് മുളപ്പിച്ചതായിക്കോട്ടെ വേവിച്ചതായിക്കോട്ടെ അത് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് പടർന്നു കയറുന്ന വെജിറ്റബിൾസ്. ഉച്ചയ്ക്കൊക്കെ ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറിനൊപ്പം കൂട്ടാൻ കഴിക്കാതെ കൂട്ടാനോടൊപ്പം ചോറ് കഴിക്കാൻ നോക്കുക. ചേഞ്ച് ഇറ്റ്. ഇനിഷ്യലി ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട്. ഐ ഹാവ് നോട്ടീസ്ഡ് നമ്മളവിടെ ഇതിൽ ചെയ്യുന്ന ആ ഡിഫിക്കൽട്ടി മാറ്റാൻ വേണ്ടി തന്നെ വി ഹാവ് ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് ജേർണലിംഗ്. ജേർണലിംഗ് ഈസ് സംടൈം വേർ വി അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ആ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും, അയാൾ കേട്ട് ഇരിക്കും, ഇതൊക്കെ പറ്റൂലേ എന്നുള്ളൊരു കാര്യത്തിൽ ഇരിക്കും. വി സേ ദാറ്റ് ഡോണ്ട് വറി, വി വുഡ് ബി ഹെൽപ്പിംഗ് യു. നിങ്ങൾ ആ പ്രോസസ്സിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും. വി വിൽ പുഷ് ദം. കാരണം പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, എനി പേഷ്യന്റ് ഹു വാസ് എൻജോയിങ് പർട്ടിക്കുലർ തിങ് സഡൻലി യു സേ ദാറ്റ് വി ഹാവ് ടു ചേഞ്ച് ദിസ്, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. വി ഡോണ്ട് പുഷ് ദം, വി സ്ലോലി മൂവ് വിത്ത് ദം, വി സ്ലോലി ഹാൻഡ് ഹോൾഡ് ദം, മൂവ് ഫോർവേഡ് ആൻഡ് മേക്ക് നെസസറി ചേഞ്ചസ്. വെൻ ദേ ലുക്ക് ബാക്ക്, in the span of 2 months, entire thing is changed. Yes. So ഈ പറഞ്ഞ ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം കൂട്ടാൻ കഴിക്കാതെ കൂട്ടാനോടൊപ്പം ചോറ് കഴിക്കുക. ഇപ്പൊ സാധാരണ നമ്മളെ ചോറിന്റെ അളവ് is decided by how much, what is the taste of the കൂട്ടാൻ, അല്ലെ? കൂട്ടാൻ നല്ലതാണെങ്കിൽ ചോറ് നമ്മൾ കുറച്ചുകൂടി കൂട്ടി കഴിക്കും. അപ്പൊ കൂട്ടാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടാൻ കൂടുതൽ കഴിക്കാന്ന ഞാൻ പറയാറുള്ളൂ എൻ്റെ പേഷ്യൻസിന്റെ അടുത്ത്. കൂട്ടാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മൾ ഫോർ എക്സാമ്പിൾ മലയാളീസ് ആർ ബ്ലെസ്ഡ് വിത്ത് ഓൾ സോർട്സ് ഓഫ് സാലഡ്സ്, വെൽ കുക്ഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ്ലി. ഫോർ എക്സാമ്പിൾ തോരൻ ഈസ് എ വെരി ഗുഡ് സാലഡ്, അവിയൽ ഈസ് എ വെരി ഗുഡ് സാലഡ്. ബട്ട് അവിയൽ പരുവത്തിലായെന്ന് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പൊതുവെ റിലേറ്റ് ചെയ്യുമ്പോൾ അവിയൽ പരുവത്തിലായി. ഇപ്പൊ എന്തുകൊണ്ടാണ് പറയുന്നത്, കുഴഞ്ഞു പോയി, അതാണ് അവിയൽ. പക്ഷെ അവിയൽസ് ആർ നോട്ട് മെയ്ഡ് ലൈക്ക് ദാറ്റ്. അവിയൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വെജിറ്റബിൾസ് റൈറ്റ്ലി കുക്ഡ് ആയിരിക്കണം,
അപ്പൊ അതേ സമയത്ത് ഡീനേച്ചർ ആവാൻ പാടില്ല, കുഴഞ്ഞു പോവാനും പാടില്ല. സോ അവിയൽ ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഫോർ ഇമാജിൻ യു ആർ ഹാവിംഗ് എ 1 bowl of avial with that little rice and ഒഴിച്ചുകൂടാൻ, that will fill your stomach. ബട്ട് ഞാൻ അഗൈൻ പറഞ്ഞ ബിലീഫ് സിസ്റ്റം ട്വീക്ക് ചെയ്താലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ഇതെന്താ എനിക്ക് വയറ് നിറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു തോന്നലിലേക്ക് പോവാം. പക്ഷെ അത് മാറ്റണമെങ്കിൽ അതൊരു തോന്നൽ മാത്രമാണോ? ഓക്കെ, ഫുഡ് നമ്മൾ 2 ആസ്പെക്ട് ആയിട്ട് കഴിക്കണം. ഒന്ന് നീഡ് ബേസ്ഡ്, ഒന്ന് മൈൻഡ് ബേസ്ഡ്. കൂടുതൽ ഏതാ കഴിക്കുന്നതെന്ന് സുബി തന്നെ എവ്രി വൺ വുഡ് നോ വൈ വുഡ് വി ഈറ്റ് സംതിങ് സ്പെസിഫിക്. ഫോർ എക്സാമ്പിൾ, ഇതിലൊരു വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹങ്കർ വേഴ്സസ് അപ്പിറ്റൈറ്റ്. ഹങ്കർ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ നീഡ് ആണ്, ദാറ്റ് ദർ ഈസ് എ എനർജി ലാക്ക് ആൻഡ് യു നീഡ് ടു ടോപ്പ് അപ്പ്. Appetite is something that you've learned at that time of eating, irrespective of whether you're hungry or not, and you learn and incline towards it. For example, എനിക്ക് ഉച്ചയ്ക്ക് 2 മണിയായെന്ന് വയ്ക്കാം. ആ സമയത്താണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. പൊതുവെ കണ്ടീഷൻഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നവർ, ഇവിടെ സമോസ ഇരിക്കുന്നുണ്ട്, സാലഡ്സ് ഇരിക്കുന്നുണ്ട്. വാട്ട് വുഡ് ഐ ഈറ്റ്? സമോസ. ഓക്കെ, ഇറ്റ് വാസ് ക്ലിയർ ഷോർട്ട് ആയിട്ട് പറഞ്ഞു. Why would you eat samosa? Because that gives more taste. Now the question was whether we are hungry. Hunger ആണെങ്കിൽ irrespective of looking for your salad or your samosa, you would eat. That would give you energy. Now eating this samosa would do what? Would tax your body, right? അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തുള്ള കാര്യം. അതായത് രാവിലെ വിശക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന എന്താണ്? ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ ചപ്പാത്തി, പുട്ട, സ്പെക്ട്രം ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ട്. ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കേണ്ട ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, രാത്രി വിശക്കുമ്പോൾ കഴിക്കേണ്ട ചപ്പാത്തി. അപ്പൊ ഈ സിസ്റ്റം ബ്രേക്ക് ചെയ്യാതെ നമ്മൾ സംസാരിക്കുന്ന ഗ്ലൂക്കോസ് മെറ്റാബോളിസമും ഗ്ലൂക്കോസ് ശരീരത്തിലെ ഉള്ളിലേക്ക് അധികം കയറ്റാതിരിക്കാനുള്ള പ്രോസസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് നടക്കില്ല. അപ്പൊ അവിടെ ഒരു അഗൈൻ ബിലീഫ് സിസ്റ്റം ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ഈ ചോറ് ചപ്പാത്തി കഴിച്ചാലാണ് എനർജി കിട്ടുക, മറ്റേത് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ബിലീഫ് സിസ്റ്റം. ശരിക്കും നമ്മൾ ചോറും ചപ്പാത്തിയും കുറച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എനർജിയും കാര്യങ്ങളും കിട്ടും. മറ്റുള്ള കാര്യം എന്ത് സെൻസ്? ഈ വെജിറ്റബിൾസ്, തോരൻ കൂട്ടാൻ, നോൺ വെജ് ഓൾസോ. ഐ സെഡ് നോൺ വെജ്. യെസ്, ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് ഇറ്റ്. ദാറ്റ് ഈസ് എനഫ്. ഓക്കെ, ഇനി നമ്മൾ ഈ കറികളിൽ കൊടുക്കുന്ന സ്പൈസസിന്റെ ക്വാണ്ടിറ്റി, ഓയിലിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ഒരു അളവുണ്ടായിരിക്കില്ലേ? ഓക്കെ, അതിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ മനസ്സിലാക്കുന്നത്, we should not only see what comes to plate, how it is cooked is also important. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു തോരൻ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ തോരൻ വിടുക, ഒരു കുക്കുംബർ കട്ട് ചെയ്തു, അതിൽ ഇച്ചിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ വാട്ട് യു വിൽ സീ? വെള്ളം ഊർന്നു വരുന്ന കാണാം. ദാറ്റ് മീൻസ് ഉപ്പ് വെൻ ഇറ്റ് ഗോസ് ഇൻസൈഡ് ഇറ്റ്സ് ലീച്ചിങ് ഔട്ട് വാട്ടർ. നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആദ്യം വി പുട്ട് സോൾട്ട് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. സോൾട്ട് കുറവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ദാറ്റ് സെയിം സോൾട്ട് അല്ല, വി അഗെയിൻ പുട്ട് സോൾട്ട് ആൻഡ് ഈറ്റ് ഇറ്റ്. അപ്പൊ എന്താ പറ്റുന്നത്? ഹാവ് വി ആഡഡ് എക്സ്ട്രാ സോൾട്ട്? Yes. We have definitely added extra salt. Now, change this procedure entirely different thing. ഒരു വെജിറ്റബിൾ ഉണ്ടാക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ മൺപാത്രങ്ങളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മൺപാത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യൂണിഫോം ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ലോ ഫ്ലെയിമിലും ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ദാറ്റ്സ് വാട്ട് യു സീ. ഇപ്പോഴും വീടുകളിൽ മീൻ ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. That's also in a low flame cooking ആണ് ചെയ്യുന്നത്. When you do this, പൊത്തി വെച്ചിട്ട് വേവിച്ചതിന് ശേഷം വെന്ത് കഴിയുമ്പോൾ, ഇനി വേവ് also is something dependent. Now when you cut a beans, that has fiber in it. Now ആ ബീൻസ് വെന്ത് വരുമ്പോഴത്തേക്ക് തളർന്നിരിക്കുന്ന ഒരു ബീൻസ് ആണെങ്കിൽ that means you're too much compromised on the nutrition value and the fiber aspect of that. Fiber aspect compromise ആകുമ്പോഴത്തേക്ക് nutrition value compromise ആവും. So ഒരു moderate cooking, അതാണ് ഞാൻ പറഞ്ഞ എക്സസ്സും അല്ല ലോ അല്ല, moderate cooking ചെയ്തിട്ട് അതിൻ്റെ കൂടെ സോൾട്ട് ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇനഫ്. ആൻഡ് ഓൾസോ ആസ് യു സെഡ് ഓയിൽസ്, ആദ്യം നമ്മൾ ഓയിൽ ഇടുന്നത് എന്തിനാണ്? അതിൽ അടിയിൽ പിടിക്കാതിരിക്കാനാണ്, വേറൊരു പർപ്പസും ഇല്ല. കൂടുതൽ ഓയിൽ ഇടുന്നത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ നമ്മൾ ബിലീഫ് സിസ്റ്റം. പക്ഷെ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത എന്താ? നമ്മൾ താളിക്കും പൊട്ടിക്കും എല്ലാം ചെയ്തിട്ട് ഇതെല്ലാം വെച്ചിട്ട് വെന്ത് വരുമ്പോൾ ദിസ് വുഡ് ബി ഇൻ എ വെരി ടയേർഡ് സ്റ്റേറ്റ്. ആ ടയേർഡ് സ്റ്റേറ്റിലുള്ള ഒരു ഫുഡ് നമുക്ക് അത്രയും എനർജി തരാനുള്ള ഒരു പോസിബിലിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പേഷ്യൻസിന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ ഡയറ്റ് കഴിക്കുന്നത്? ഫസ്റ്റ് ആൻസർ ദേ ഗിവ് ഇസ് ദേ ആർ വെജിറ്റേറിയൻസ്. Vegetarian is not an excuse that you may not fall ill. Vegetables and fruits, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഐ എം എ ഫ്രൂട്ടേറിയൻ എന്ന് പറയുന്നത്, അല്ലെ ഐ എം എ വെജിറ്റേറിയനിസം എന്ന് പറയുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. അതായത് വെജിറ്റബിൾസ് കഴിക്കേണ്ട രീതിയിൽ ഞാൻ കഴിക്കുകയാണെങ്കിൽ അത് കുഴപ്പം ഇല്ല.
അതായത് വെജിറ്റബിൾസ് നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്നത് വെജിറ്റബിൾസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് തന്നെ. അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ പോവാതെ നമുക്ക് ന്യൂട്രീഷൻ വാല്യൂ പോകുന്ന വി കാൻ ഓൾവേസ് ഫിഗർ ഇറ്റ് ഔട്ട്, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ മെത്തേഡ് ഓഫ് കുക്കിംഗ് നമ്മൾ ഫോർ എക്സാമ്പിൾ എനിക്കറിയില്ല, നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ ഓണസദ്യ ഉണ്ണുമ്പോഴത്തേക്ക് അതില് ഈ വെജിറ്റബിൾസ് ചില ഇതുണ്ടായിരിക്കും, വെജിറ്റബിൾസ് ഉണ്ടായിരിക്കും, ദേ ലുക്ക് സോ ലൈവ്. ഇപ്പൊ നമ്മൾ കടയിൽ പോയി കഴിക്കുമ്പോഴത്തേക്ക് ഡു ദേ ലുക്ക് ലൈവ്? ദേ ആർ ലൈക്ക് ദേ ബീൻ എക്സോസ്റ്റഡ് ലോങ് ടൈം, കുക്ക്ഡ് ലോങ് ടൈം. അത് കഴിക്കുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയാം. സോ ദാറ്റ് ഈസ് ദി ഡിഫറൻസ് വെൻ ഐ സെ കുക്കിംഗ്, ദി മെത്തേഡ് ഓഫ് കുക്കിംഗ് ഓൾസോ റീറ്റെയിൻസ് ദി ന്യൂട്രിയൻ പ്രോപ്പർട്ടി ഓഫ് എ ഫുഡ് ദാറ്റ് ഇസ് കുക്ക്ഡ്. ഓക്കെ, ഇനി ഒരു ഡയബറ്റീസ് പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് ആയിരിക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? ഓക്കെ, പ്രൈമറിലി ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ അവോയ്ഡ് ചെയ്യാൻ പറയുന്ന മെയിൻ 2 സാധനങ്ങളാണ്. ഒന്ന് പ്രൊസസ്ഡ് ആയിട്ടുള്ള ഫുഡ്. പ്രൊസസ്ഡ് ആയിട്ട് എനിത്തിങ് ദാറ്റ് നമുക്ക് അതിന് ഫുഡ് എന്ന് പറയാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഐ ഡു ജനറലി കോൾ ഇറ്റ് ആസ് പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, എ ബിസ്ക്കറ്റ് ഈസ് എ പ്രോഡക്റ്റ്, എ ബേക്കറി ഐറ്റം ഈസ് എ പ്രോഡക്റ്റ്, വട ഈസ് എ പ്രോഡക്റ്റ്, സംതിങ് ദാറ്റ് ഇസ് ഹൈലി പ്രോസസ്. ഹോൾസം അല്ലാത്ത എന്തും വേണമെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റിൽ. ബട്ട് ഐ ട്രൈ ടു ആസ്ക് ദം ടു അവോയ്ഡ് ഇറ്റ്. സെക്കൻഡ്, ഐ ആസ്ക് ദം ടു അവോയ്ഡ് മിൽക്ക്. മിൽക്ക് ഇത് ഇവിടെ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ our population basically considers milk as the best source of calcium. Yes. Wherein actually it is not. It is a source of calcium, but it's not the best source of calcium because അതിൽ vitamin D ലെവൽ വളരെ കുറവ്. സോ ഫോർട്ടിഫൈഡ് ചെയ്താണ് മിൽക്ക്, വൈറ്റമിൻ ഡി ആഡ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് മിൽക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ മിൽക്കിൽ ലാക്ടോസ് എന്ന് പറഞ്ഞൊരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ആ കാർബോഹൈഡ്രേറ്റ് എന്ത് ചെയ്യും? ഇൻസുലിന്റെ പ്രവർത്തനം കുറയ്ക്കും ഓൺ എ ലോങ് റൺ. സോ ഇറ്റ് അഗെയിൻ കോസസ് ഇൻഫ്ലമേഷൻ ഇൻ ദി ബോഡി. സോ ദാറ്റ്സ് വാട്ട് മിൽക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ ഹൈലി മസാല ചേർക്കുന്നത് അല്ലെങ്കിൽ ഹൈലി ഫ്ലേവറിംഗ് ഓഫ് ഫുഡ് വുഡ് ഡീനേച്ചർ ദി ക്വാളിറ്റി ഓഫ് ഫുഡ്. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഹൈ സോൾട്ട് ആയിട്ടുള്ള ഫുഡ്, അതേപോലെ തന്നെ സ്വീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആഡഡ് സ്വീറ്റ്നെസ്സും ഉണ്ട്, ആഡഡ് സ്വീറ്റും ഉണ്ട്, നോൺ ആഡഡ് സ്വീറ്റ്സും ഉണ്ട്. സോ വി ജനറലി സേ എനിത്തിങ് സ്വീറ്റ്. അഗെയിൻ ഐ എം കമ്മിങ് ടു ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് സെയിങ് ദാറ്റ് ഗ്ലൂക്കോസ് ഉള്ള രീതിയിൽ ദാറ്റ് വുഡ് ഇൻക്രീസ് ദി ലോഡ്. അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫ്രൂട്ട്സിൽ എന്തൊക്കെയാ നമുക്ക്? ഓക്കെ, ഇത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ പൊതുവെ വിചാരിക്കാനുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. ബട്ട് ദേർ ആർ ഫ്രൂട്ട്സ് ദാറ്റ് ഹാവ് ലോ ഗ്ലൈസമിക് ലോഡ് ഓൾസോ. ചില ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് സ്വീറ്റ്നെസ് ഫീൽ ചെയ്യാം. ആ ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാംഗോസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ബനാനാസ്, ഒത്തിരി റൈപ്പൻഡ് ബനാനാസ് അവോയ്ഡ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ക്ലിനിക്കലി വരുന്ന ചിങ്ങമ്പഴം കഴിച്ചു, പക്ഷെ ഒത്തിരി പഴുക്കാത്ത ചിങ്ങമ്പഴമാണ് ഞാൻ കഴിക്കാറുള്ളത്. ബിക്കോസ് ചിങ്ങമ്പഴം പഴുത്ത് കഴിയുമ്പോഴായിരിക്കും അതിൽ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കൂടുന്നത്. അപ്പൊ ഒത്തിരി സ്വീറ്റ് അല്ലാത്ത ഏത് ഫ്രൂട്ട്സ് കഴിക്കാം. ലോട്ട് ഓഫ് ഫ്രൂട്ട്സ് ലൈക്ക് ഫോർ എക്സാമ്പിൾ മാതളം ഉണ്ട്, പേരയ്ക്ക ഉണ്ട്, ഒത്തിരി പഴുക്കാത്ത കപ്പളങ്ങ ഉണ്ട്, ബട്ടർ ഫ്രൂട്ട് ഉണ്ട്, പ്ലംസ് ഉണ്ട്. ദിസ് ക്യാൻ ബി ഈറ്റൻ. ബട്ട് ദി പ്രോബ്ലം ഈസ് ഓൾസോ ആസ്ക് മീ ഹൗ മച്ച് ടു ഈറ്റ് വിത്ത് മോഡറേഷൻ. And when also I mentioned about food, I should also mention a diabetic patient should abstain from having juices. കാരണം ജ്യൂസിലാണ് ആര് പോയി, പിന്നെ ഉള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന ഘട്ടം മാത്രമേ ഉള്ളൂ. സോ അത് പിന്നെയും ബ്ലഡിലേക്ക് ചെല്ലുമ്പോൾ എന്താ പറ്റുന്നത്? ഇൻസുലിൻ ലെവൽ ഓൾറെഡി ഇൻസുലിൻ റെസിസ്റ്റന്റ് ഉള്ളതെങ്കിൽ ഗ്ലൂക്കോസിന്റെ സ്പൈക്ക് കൂട്ടി അത് പിന്നെയും പ്രശ്നം ഉണ്ടാകും. സോ അവോയ്ഡ് ജ്യൂസസ്. യു ക്യാൻ ഹാവ് ഫ്രഷ് ഫ്രൂട്ട്സ്. Now fresh fruits can be also have an ideal combination with nuts that has a lot of fats. Nuts and seeds. പലപ്പോഴും ഡയബറ്റീസ് പേഷ്യന്റിൽ മാഗ്നീഷ്യത്തിന്റെ അളവ് ഇച്ചിരി കുറവായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നട്ട്സും സീഡ്സും കഴിക്കുമ്പോഴത്തേക്ക് ആ മാഗ്നീഷ്യത്തിന്റെ അളവ് നമുക്ക് ബെറ്റർ ആക്കാം. എനി പെർട്ടിക്കുലർ നട്ട്? എനി നട്ട്സ് ക്യാൻ ബി ഡൺ. പക്ഷേ നട്ട്സ് ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നട്ട്സിൽ എൻസൈം ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ആ എൻസൈം ഇൻഹിബിറ്റേഴ്സ് റിലീസ് ചെയ്യണമെങ്കിൽ നട്ട്സ് സോക്ക് ചെയ്യണം. അപ്പോൾ ഐഡിയലി സെയിം ഒരു 8 hours സോക്ക് ചെയ്തിട്ട് കഴിക്കുന്നത്. വി സംഹൗ ഫോളോ ഇറ്റ് ബട്ട് വിത്ത് ഡിഫറെന്റ് കോൺസെപ്റ്റ്. തൊലി കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബദാം സോക്ക് ചെയ്യുന്നത്. പക്ഷെ അത് ആ കോൺസെപ്റ്റ് അല്ല. വെൻ യു സോക്ക് യുവർ നട്ട് എൻസൈം ഇൻഹിബിറ്റേഴ്സ് റിലീസ് ആവുകയും അബ്സോർപ്ഷൻ ബെറ്റർ ആയിട്ട് നടക്കും. രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ കഴിക്കാം. പിന്നെ ഞാൻ വേറെ കുറച്ചുകൂടെ സോളിബിൾ ഫൈബർ കഴിക്കാൻ പറയാറുണ്ട്. അതിൻ്റെ സോളിബിൾ ഫൈബർ ചിയ സീഡ്സോ കസ്കസ് സോക്ക് ചെയ്ത് വെക്കുക. ദാറ്റ് വുഡ് ആഡ്. നിങ്ങളിപ്പോൾ സോളിബിൾ ഫൈബർ എന്ന് പറയുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വലിയുന്ന ജെല്ലി ഫോമിലാവുന്ന ഒരു സാധനമാണ് സോളിബിൾ ഫൈബർ എന്ന് പറയുന്നത്. ഇൻസോളിബിൾ ഫൈബർ ഓൾറെഡി ഫ്രൂട്ട്സിലുണ്ട്, നാര് ഉണ്ട്. ഈ സോളിബിൾ ഫൈബറും ഫാറ്റ്സിന്റെ കോമ്പിനേഷൻ ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി ഗുഡ് and I have productively seen good improvement in patients with diabetes. ഞാനിത് നേരത്തെ ഒരു കാര്യമായിട്ട് പറഞ്ഞു, പക്ഷെ ഞാൻ again പറയാൻ വന്ന I am just talking on principles of following a diet. I am not going for a diet plan because that would definitely vary from person to person. ഞാൻ കുറെ നേരത്തെ ഫാക്ടേഴ്സ് പറഞ്ഞായിരുന്നു. ആ ഫാക്ടേഴ്സ് വെച്ചിട്ട് അത് വേരി ചെയ്യും. ഇതല്ലാതെ പിന്നെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റം? Another important is exercise. Now why exercise എന്ന് പറയുമ്പോൾ exercise is equivalent to a medicine. Metformin എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്നതിന്റെ equivalent ആണ്. കാരണം that will help you utilize your glucose well.
ഇനി എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ എക്സസൈസിൽ ഫസ്റ്റ് വരുന്ന തോട്ട് ഏതാണ്, എന്താണ് ബെസ്റ്റ് എക്സസൈസ്? റണ്ണിങ്. യു സെഡ് റണ്ണിങ്, അതർവൈസ് കോമൺലി പീപ്പിൾ സേ വാക്കിംഗ്. വാക്കിംഗ് ഈസ്, പ്ലീസ് ഇത് വേറെ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷെ വാക്കിംഗ് ഈസ് സംതിങ് ദാറ്റ് യു ആർ കേപ്പബിൾ ഓഫ് മൂവിങ് യുവർ സെൽഫ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇറ്റ്സ് എ കമ്മ്യൂട്ടിംഗ് മോഡ്യൂൾ. അപ്പൊ വാക്കിംഗ് ഒന്നും ചെയ്യാത്ത ഒരാൾ വാക്കിംഗ് എങ്കിലും ചെയ്യണമെന്നാ പറയാറുള്ളത്. പക്ഷെ വാക്കിംഗ് ഈസ് നോട്ട് ദി ബെസ്റ്റ് എക്സസൈസ്. വാക്കിംഗ് ഹാസ് ടു ബി ഡൺ ബിക്കോസ് ദാറ്റ് കാർഡിയോ റെസ്പിറേറ്ററി ഹെൽത്തിന് നല്ലതാണ്. അത് വാക്കിംഗ് ചെയ്യണം. പക്ഷെ വാക്കിംഗ് ചെയ്യേണ്ടെന്നും അല്ല ഞാൻ പറയുന്നത്, വാക്കിംഗ് ചെയ്യുക. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആവശ്യമാണ് ഫോർ എനിവൺ ഹു ഹാസ് ഡയബറ്റിക്. റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് വെച്ചാൽ മസിൽസ് വർക്ക് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ എന്താണ് ഈ ഓടി നടക്കുന്ന ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യുന്ന മസിൽസ്. സോ യു ഷുഡ് ഡു എക്സസൈസസ് ഓൺ അപ്പർ എക്സ്ട്രീമിറ്റീസിലുള്ള എക്സസൈസ് ആവാം, ലോവർ എക്സ്ട്രീമിറ്റീസിലുള്ള എക്സസൈസ് ആവാം. സോ എക്സസൈസ് കൂടുതൽ ചെയ്യാൻ നോക്കുക. ഇത് ചിലർ ചോദിക്കും വാട്ട് ഈസ് ദി ബെസ്റ്റ് എക്സസൈസ് ഫോർ ഡയബറ്റീസ്? ദർ ഇസ് നത്തിങ് ബെസ്റ്റ് എക്സസൈസ്. വാട്ട് എവർ യു കണക്ട് ടു that would increase resistive movement in the body can be done. അത് ജിം ആവാം, യോഗ ആവാം, സ്വിമ്മിങ് ആവാം, റണ്ണിങ് ആവാം, അല്ലെങ്കിൽ ചാലഞ്ചിങ് ടെറൈൻസ് ആവാം. ഫോർ എക്സാമ്പിൾ ഒരു സാധാരണ ഒരു നടക്കുന്ന ഒരു വ്യക്തിക്ക് ചാലഞ്ചിങ് ടെറൈൻസിൽ നടക്കുമ്പോൾ they feel little more challenge. So exercise is exerting yourself wise in this stipulated period of time that you get. ആ എക്സസൈസ് വൈസ് ആക്കി കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ ബെറ്റർ ആയിട്ട് നടക്കും. ഈ എക്സസൈസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇത് റിലേറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് വാട്ടർ ഉണ്ടാക്കുന്നതെങ്കിലും വാട്ടറിന്റെ കാര്യം കൂടെ അവിടെ പറയേണ്ട ആവശ്യകത ഉണ്ട്. വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് മസിൽസിന്റെ മുകളിലുള്ള ഫേഷ്യാസ് വിൽ ബി വെൽ ഹൈഡ്രേറ്റഡ്. ആ മസിൽസ് ഹൈഡ്രേറ്റഡ് ആകുമ്പോഴത്തേക്ക് എലാസ്റ്റിസിറ്റി ഓഫ് മസിൽസ് ഇൻക്രീസസ്. എലാസ്റ്റിസിറ്റി ഓഫ് മസിൽസ് ഇൻക്രീസ് ആകുമ്പോൾ മസിൽസിന്റെ പ്രവർത്തനം കുറെ കൂടെ ബെറ്റർ ആവും. സോ വാട്ടർ ഇൻടേക്ക് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഓൾസോ വാട്ടർ ഡസ് ഈസ് ഈ എക്സ്ട്രാ കിടക്കുന്ന ഗ്ലൂക്കോസിനെ ക്ലെൻസ് ഓഫ് ചെയ്യാൻ സഹായിക്കും. വേറെ പല സമയം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഗ്ലൂക്കോസിന്റെ ഡെൻസിറ്റി യൂറിനിൽ കൂടുമ്പോഴത്തേക്ക് അത് കിഡ്നീസിനെ ഡാമേജ്. അതിന് വാട്ടർ ഫ്ലോ, യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ വാട്ടറിന്റെ അപ്ടേക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇഫ് someone who has diabetes with complication wherein they have developed കിഡ്നിയുടെ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ they should listen to the doctor and go to the amount of water prescribed. Otherwise, diabetic patients should have enough of water. Fluids എന്നാ പറയുന്നത്. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ജ്യൂസസ് doesn't fall under fluids കാരണം ജ്യൂസസിലായിട്ട് വരുമ്പോഴത്തേക്ക് കാർബോഹൈഡ്രേറ്റിലൂടെ അത് കൂട്ടുന്നുണ്ട്. സോ യു ക്യാൻ ഹാവ് വാട്ടർ അസൈൻമെന്റ്. ഇനി ഇതല്ലാതെ ഈ സ്ട്രെസ് ലെവൽ കുറയ്ക്കുക അല്ലെങ്കിൽ ഉറക്കം കൂട്ടുക, ഇങ്ങനെയുള്ള ഏരിയാസിന് എന്ത് ഇമ്പാക്ട് കൊണ്ട്? ഇതിൽ നമ്മൾ പിന്നെയും പറയും കൂട്ടുക എന്നുള്ള ഒരു വാക്ക് നമ്മൾ പല പ്രാവശ്യം യൂസ് ചെയ്യും. ഇതൊന്നും കൂട്ടുക അല്ല, ആവശ്യമുള്ള കാര്യം ചെയ്യുക എന്നുള്ള. കൺസിഡറിങ് ഈ സ്ലീപ്പ് ഡെപ്രിവേഷൻ ആവുമ്പോഴത്തേക്ക് ഗ്രെലിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടും. അതിന്റെ ഒപ്പം തന്നെ കോർട്ടിസോൾ ലെവൽ കൂടും. കോർട്ടിസോൾ ലെവൽ കൂടുമ്പോഴേ നമ്മൾ നാച്ചുറലി ഒരാൾ നല്ല ഡയബറ്റീസ് മാറ്റി വെക്കുക, ഒരാൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്താ ഇറിറ്റബിൾ നേച്ചർ കൂടാനുള്ള സാധ്യത ഉണ്ട്. അയാളുടെ മാക്സിമം പീക്ക് പെർഫോമൻസിലേക്ക് എത്താൻ സാധ്യത കുറവായിരിക്കും. സെയിം പ്രിൻസിപ്പിൾ ഈസ് അപ്ലൈഡ് ഹിയർ. സോ ഗ്രെലിൻ എന്നുള്ള ഒരു സാധനം കൂടുമ്പോഴത്തേക്ക് വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഇൻസുലിന്റെ യൂസേജ് അല്ലെങ്കിൽ ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കുറച്ചുകൂടെ കുറയും. കറസ്പോണ്ടിങ് ലിമിറ്റ് ആയിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഓൺ എ ലോങ് റൺ ദീസ് ആർ ഓൾസോ കൺസിഡേർഡ് ആസ് മാർക്കേഴ്സ് ദാറ്റ് വുഡ് വർക്ക്. സോ ഗുഡ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് ഈസ് നീഡഡ്. നൗ കമ്മിങ് ടു ദി സബ്ജക്ട് ഓഫ് സ്ലീപ്പ്, ഇത് വളരെ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഹൗ മെനി അവേഴ്സ് ഷുഡ് വൺ സ്ലീപ്പ്? I think depends to person to person, at least 6 to 8 hours. Okay. ഉറക്കത്തിന്റെ മെയിൻ ഫാക്ടർ എന്താണ്? ഉറങ്ങിയാൽ എന്താ നടക്കുന്ന ശരീരം? റിപ്പയർ നടക്കും. സോ വെൻ യു സ്ലീപ് വെൽ യു വേക്ക് അപ്പ് ഫ്രഷ് ഇൻ ദി മോർണിംഗ്. Okay. Do you need a tea or coffee that time to pump you up? Actually, no. No. Then why majority of us have tea and coffee first thing in the morning as soon as we wake up? Sometimes I feel it's a reward system. Of waking up? No, it's being waking up like mood enhancer എന്നൊക്കെ വേണമെങ്കിൽ. Okay. It's again a condition. I have many patients, അവരെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഉറക്കം ശരിയല്ലായിരിക്കും, ബട്ട് ദേ സേ ദാറ്റ് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു എനർജി കിട്ടി എന്നുള്ളൊരു കാര്യം പറയാം. സോ ചായ ഈസ് അഗെയിൻ സംതിങ് ദാറ്റ് യു കണ്ടീഷനിങ് ടു ഗിവ് യു എനർജി. നൗ ദി തിങ് ഈസ് ദിസ് ഈസ് ആക്ച്വലി കോംപ്രമൈസിങ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ വെൽ യു ഹാവ് സ്ലെപ്റ്റ്. നല്ലോണം ഉറങ്ങിയ ഒരാൾ രാവിലെ എന്നിട്ട് ഫ്രഷ് ആയിരിക്കണം. ഒരു എക്സാമ്പിൾ, കൊച്ചു പിള്ളേര് രാത്രി they sleep more than us. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ they are live. They run around. Do we do that? No. We do run around to kitchen to make a cup of tea, but we don't run around. We are not active. That means the complete cycle is being finished. Sleep കഴിഞ്ഞു, റെസ്റ്റ് ഉണ്ടായി, റീബൂട്ട് ആയി, എഴുന്നേറ്റു. പക്ഷെ മെജോറിറ്റി ഓഫ് ആൾക്കാർ ആ ലൂപ്പിലല്ല കിടക്കുന്നത്. And also somewhere we medical professionals have told you to sleep 8 hours or 9 hours. So you follow it. ഇത്രയും മണിക്ക് കിടന്നു, ഇത്രയും മണിക്ക്, believing that you have slept well. No.
ബോഡിയുടെ നീഡ് ഓഫ് സ്ലീപ്പ് ഈസ് ടു റീബൂട്ട് ആൻഡ് റീസ്റ്റാർട്ട് യു ദി നെക്സ്റ്റ് ഡേ. വി ഡോണ്ട് ഡു ദാറ്റ്. വി ഡ്രാഗ് ourselves to the next day. സാധാരണ പേഷ്യൻസ് അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, someone who has a fixed routine, രാവിലെ എഴുന്നേറ്റ് ഇന്ന കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ചോദിക്കുന്നത്, imagine I give you opportunity to sleep for more and Sundays or so, what time will you wake up? They naturally say that they would wake up little late. So what were they doing the other days? അതർ ഡേയ്സിൽ ഈ റൂട്ടീൻ ഉള്ളതുകൊണ്ട് അവർ എഴുന്നേറ്റു, കാര്യങ്ങൾ നടത്തി, ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ സോ ടയർഡ്. So sleep is another important factor that can take a toss and all of your healing mechanisms in the body. As you said, ബോഡിയിൽ റിവൈവ് സിസ്റ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ റിഫ്രഷ് ആവാനോ ബോഡിക്ക് റീബൂട്ട് ചെയ്യാനോ സ്ലീപ്പ് ആവശ്യമുള്ള റീസൺ ഈസ് ബോഡി വാണ്ട്സ് യു നോട്ട് ടു ടേക്ക് എ മൺഡേ ടു ട്യൂസ്ഡേ. ബോഡി വാണ്ട്സ് യു ടു സ്റ്റാർട്ട് എ ഫ്രഷ് മൺഡേ, എ ഫ്രഷ് ട്യൂസ്ഡേ. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ എന്താ പറഞ്ഞ പോലെ വലിയ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ട് മെറ്റബോളിക് ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാവും. മെറ്റബോളിസം കുറയും, അമിത വണ്ണം വരാം, ഈ പറയുന്ന പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം, ഇതേപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകും. ഈ ഇൻഫ്ലമേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് 2-3 പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഡയബറ്റീസ്, ഓവർ വെയിറ്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോകണം, പിന്നെ എക്സസൈസ് ചെയ്യണം, പിന്നെ ഇൻഫ്ലമേഷൻ. ഇപ്പൊ റീസെന്റ് വിദ്യാബാലൻ വെയിറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് കണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ എക്സസൈസ് ചെയ്തിട്ട് കുറയാത്ത അവര് ഇപ്പൊ ഏതോ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സസൈസ് കട്ട് ഡൗൺ ചെയ്തു, ഡയറ്റ് പാറ്റേണിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി. അപ്പോൾ വെയിറ്റ് കുറഞ്ഞു. വെയിറ്റ് കുറഞ്ഞതിന്റെ റീസൺ ഇൻഫ്ലമേഷൻ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതെന്താ ശരിക്കും ഇതിന്റെ ബാക്കിൽ സംഭവിക്കുന്നത്? ഓക്കെ, ഇപ്പം വെയിറ്റും ഇൻഫ്ലമേഷൻ ആണ് ഇപ്പൊ സബ്ജക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സ്പെക്ട്രത്തിൽ അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഇൻ ജനറൽ ഒരു ലാംഗ്വേജിൽ നീർക്കെട്ട് പോലത്തെ ഒരു അവസ്ഥ. ആ നീർക്കെട്ടുള്ള അവസ്ഥയിൽ നമുക്ക് എന്തായാലും നമ്മളെ എക്സസൈസ് പൊട്ടൻഷ്യൽ ഒത്തിരി എൻഹാൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ആക്ച്വലി ഒരു നീരില്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന അത്രയും ലെവലിൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഡയറ്റിന്റെ പ്രിൻസിപ്പിൾ ആണ്. കാരണം there are a lot of anti-inflammatory foods. ആന്റി-ഇൻഫ്ലമേറ്ററി ഫുഡ്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ ലോ കാർബ് ഫുഡ് ആയിരിക്കും. പിന്നെ ഓരോരുത്തരുടെ മാർക്കേഴ്സ് ഉണ്ട്, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കുറെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഇഫ് ഷി ഹാസ് ഗോൺ ത്രൂ ദാറ്റ് ഈസ് ബിക്കോസ് ആ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് മനസ്സിലാക്കി അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ടായിരിക്കും അതിനെ അഡ്രസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് എവ്രിവൺ ഹു ഹാസ് ഓവർ വെയിറ്റ് ഹാസ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം പല കാര്യം. ഇപ്പൊ അതിന്റെ അർത്ഥം ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ എക്സസൈസ് ചെയ്യേണ്ടെന്നല്ല. എക്സസൈസ് പ്ലേസ് ആൻ ഈക്വൽ ഇമ്പോർട്ടന്റ് റോൾ. പക്ഷേ ഓൾസോ ഇൻഫ്ലമേഷൻ മേക്സ് എ പേഴ്സൺ ലിമിറ്റഡ് ടു ദി ഇന്റൻസിറ്റി ഓഫ് എക്സസൈസ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഡയറ്റ് പ്രോട്ടോകോൾ വെച്ചിട്ട് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കുറച്ചിട്ട് പിന്നെ എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. That will work. Yeah, that will work. അതാ ഞാൻ പറഞ്ഞത്, there is no universal fit for everyone. Everybody is different. Everybody is different. You are unique in your own way. Now, as a physician, my responsibility to understand your uniqueness, understand what is causing this and address this. But വേരിയഡ് ആയിട്ടുള്ള ഒരു വ്യത്യാസങ്ങളിലാണ് അതങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ അതിന്റെ ബേസിലാണ് പോകുന്നത്. ഇനി ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് വൺ ഓഫ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇതെല്ലാം നമ്മൾ ഒരാളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും ആ വ്യക്തിക്ക് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും ടു ഗെറ്റ് ഇൻ ടു ന്യൂ ബിലീഫ് സിസ്റ്റം ഓർ ന്യൂ സിസ്റ്റം. പാറ്റേൺസ് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹി ഹാസ് ടു ബി മൈൻഡ്ഫുൾ അറ്റ് എവറി സെക്കൻഡ് അല്ലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. കാരണം ഓട്ടോമാറ്റഡ് ആയിട്ട് നമുക്ക് കുറെ ഹാബിറ്റ്സ് ഉണ്ട്. ഇനി അതെല്ലാം നമ്മൾ മൈൻഡ്ഫുള്ളായി ഒബ്സർവ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് വേണം പുതിയ ഹാബിറ്റ്സിനെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇനീഷ്യലി വളരെ കുറവായിരിക്കും. ഇപ്പോൾ ചോറ് കുറച്ചിട്ട് പച്ചക്കറി കൂട്ടാൻ പറഞ്ഞാൽ ആ ചോറ് തന്നിരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് കിട്ടാതെ വരും, അത് ലാക്ക് ചെയ്യും. അപ്പോൾ അത് അഗൈൻ ഒരു ഡൗൺ മൈൻഡ് ഡൗൺ ആക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. ഇതിനെ നമുക്ക് എങ്ങനെ see, we do not jump start into everything new, but you also understand that if you want to make a change you have to come out of your comfort zone. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് മാനേജ് ചെയ്യാൻ നമ്മൾ ആവശ്യമില്ല. മാനേജ് ചെയ്യാനാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോട്ടെ. If you want to reverse it, that is a thought that you have inculcated and you are sticking on to that. അതിൽ ups and downs ഉണ്ടായിരിക്കും, ഓക്കെ ആണ്. അതിൽ ups ഉണ്ടാകുമ്പോഴത്തെ you can admire yourself, downs ഉണ്ടാകുമ്പോഴത്തെ you can be considerate to yourself. നമുക്ക് പലപ്പോഴും പറ്റി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നടക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരുന്നു, നടക്കാതെ we go to guilt zone. ഗിൽറ്റ് സോൺ ഒന്നും വേണ്ട. അതിനാണ് നമ്മൾ പറഞ്ഞത് വി ഹെൽപ്പ് യു ജേർണൽ, വി ഹാൻഡ് ഹോൾഡ് യു ഇൻ ദ സെൻസ് നമുക്കറിയാം ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഈ അപ്സ് ആൻഡ് ഡൗൺസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ തവണ എപ്പം ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഗൈഡൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്. സോ ഇത് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് വെൻ യു ലുക്ക് ബാക്ക് യു ആക്ച്വലി സീ ദാറ്റ്
നമ്മൾ കുറെ ചേഞ്ചസ് ചെയ്തല്ലോ. എന്റെ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പീപ്പിൾ വിത്ത് ഡയബറ്റീസ് ഓർ ഒബേസിറ്റി ഹു ഹാവ് എ ഹാബിറ്റ് ഓഫ് ഈറ്റിംഗ് or those who eat very frequently, they say that doctor എനിക്ക് ഇപ്പൊ എത്രയൊക്കെ എനിക്ക് 2 നേരം കഴിക്കാൻ തോന്നുന്നുള്ളൂ. അത് that is not developed in a day or two. That was developed when the consistently അവർ ഫോളോ ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണ്. ഇപ്പം സുബി ചോദിച്ച പോലെ ചോറ് മാറ്റിയിട്ട് പച്ചക്കറി കഴിക്കാൻ പറ്റില്ല. വി ആർ ഇനിഷ്യലി ഓരോരുത്തരെ മെന്റാലിറ്റി ഓരോരുത്തരെ നമുക്ക് എന്തോരം അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അതിന്റെ അക്കോർഡിംഗ്ലി ട്വീക്ക് വരുത്തുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ ജനറൽ തിങ് ദാറ്റ് ഐ മെൻഷൻ. ആ ട്വീക്ക് വരുത്തുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അക്സെപ്റ്റൻസ് വരും. ആ അക്സെപ്റ്റൻസ് വന്നു കഴിയുമ്പോൾ ദിസ് ഈസ് വെരി നാച്ചുറൽ ആൻഡ് ദിസ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ. ആൻഡ് ഇതിൽ വേറെ സാധാരണ ഇത് കേൾക്കുമ്പോൾ ചിലവർ വേറൊരു ചോദ്യം ചോദിക്കരുത്, ജീവിതകാലം മൊത്തം ചെയ്യണോ? ജീവിതകാലം മൊത്തം ചെയ്യണോ ഇല്ലെന്നുള്ളൊരു ചോദ്യം is you never ask when you are prescribed a medication. You started, you are for somehow end having the medication till end. പക്ഷേ ഈ ചോദ്യത്തിന് വേറൊരു ഉത്തരവും കൂടെ ഉണ്ട്. ജീവിതകാലം ചെയ്യേണ്ട, the time you feel that you have come out of it, you can be more free to enjoy everything in a very sensible way. സെൻസിബിൾ വേ എന്ന് പറയുന്ന കാരണം നമുക്ക് എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസും നമ്മൾ മൈൻഡ്ലെസ് ഏർണിങ്സ് ആണ്, നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അതിനെ കുറച്ചുകൂടെ കാപ്പ് ചെയ്ത് ഇഫ് യു ബിക്കം മൈൻഡ്ഫുൾ വി വിൽ ആക്ച്വലി ഫീൽ മോർ കണക്റ്റഡ് ടു us. അതിന് ഈ യോഗയുടെ എലിമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. യോഗ എന്ന് പറയുന്നത് പീപ്പിൾ ഡു കൺസിഡർ യോഗയിൽ അത്രയും എക്സസൈസ് എനിക്ക് കിട്ടുള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് എക്സസൈസ് അലോണ്ട്, ഇറ്റ് ഹെൽപ്സ് യു ഗിവ് എ സ്പേസ് ടു കണക്ട് യുവർസെൽഫ്. So you are better aware of what your needs are, you are better aware of what you want. അപ്പൊ അത് നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യം കൊണ്ടുണ്ട്, എക്സസൈസിനൊപ്പം ബ്രീതിങ് വർക്കോ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിന്റെ എലിമെന്റും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെയ്യാൻ കുറെ കൂടെ എളുപ്പമാണ്, കുറെ കൂടെ സ്മൂത്ത് ആണ്. ആ പ്രോസസ്സ് ഇത്രയും കൂടെ സ്മൂത്ത് ആണ്. പിന്നെ ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പുതിയ കാര്യം ചെയ്തപ്പോഴും നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകും. ഇമാജിൻ someone who has started not eating rice long time back and who has come to wheat. ഈ സെയിം ബുദ്ധിമുട്ടുണ്ടായി കാണും. ഈ വീട്ടിൽ നിന്ന് നമുക്ക് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന മില്ലറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ആൾക്ക് ഇഷ്ടമൊന്നും അല്ല, അല്ലെങ്കിൽ ഒന്നും ഓർത്ത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നത് ഓട്സ് നല്ലതാന്ന് പറഞ്ഞ് നമ്മൾ രാത്രിത്തെ ഭക്ഷണം മാറ്റി ഓട്സ് കഴിക്കുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്നില്ല. അത് ഇന്നില്ലാത്തതിന്റെ കാര്യം ആ ബുദ്ധിമുട്ട് പലവരും സഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഓട്സ് എന്ന് അവർക്ക് പൊതുവെ ഇഷ്ടമല്ല, പക്ഷെ സഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പക്ഷെ സംവെയർ ദാറ്റ് ഹാസ് മെയ്ഡ് ഏതൊരു ഹാബിറ്റ് പുതിയതായിട്ട് ഫോം ചെയ്യണമെങ്കിൽ അതിനൊരു സമയം കൊടുത്താലേ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ടൈം വി ഹാവ് ടു പേഷ്യന്റ് വിത്ത് ourselves. ആ പേഷ്യൻസ് ആണ് അവിടുത്തെ കീ. നമ്മൾ ഇറിറ്റേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും നമുക്കിത് പറ്റില്ല, വിട്ടേക്കാം, മറ്റേതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുമ്പോഴും വി ആർ ദെയർ ടു ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ബിക്കോസ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകാം. ആ ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആദ്യം പറയാം. ചില സമയത്ത് പേഷ്യൻസ് വരുമ്പോഴത്തേക്ക് മെജോറിറ്റി പേഷ്യൻസ് നമ്മൾ ആദ്യം തന്നെ ഡയറ്റ് പ്ലാൻ കൊടുക്കും. ഡയറ്റ് പ്ലാൻ ഒരു മോണിറ്റേർഡ് 1 week 2 weeks ഡയറ്റ് പ്ലാൻ കൊടുക്കും. പക്ഷെ ചില പേഷ്യൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം that they are nodding only because they are listening. They are nodding because they are not going to follow അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വി ഡോണ്ട് ഗിവ് ദം എ ഡയറ്റ്. ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊള്ളാൻ പറയും. ആ മാറ്റം വരുത്തിയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതൊരു വലിയ മാറ്റമായി അവർക്ക് ഫീൽ ചെയ്യും. then they are ready for the next change. അപ്പൊ ഈ ട്വീക്കിംഗ് ഓർ സെയിം ഞാൻ പറഞ്ഞ പോലെ ഈ ഏത് ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ ഏത് ലൈഫ് സ്റ്റൈൽ പ്ലാനോ കൊടുക്കുമ്പോൾ ഫിസിഷ്യൻ ഷുഡ് ഓൾസോ ലുക്ക് ഇൻ ടു നോട്ട് ഗോയിങ് ടു ദി ജനറൽ പ്രിൻസിപ്പിൾ. അപ്പൊ ഇതങ്ങ് ചെയ്തോ, എല്ലാവർക്കും യൂണിവേഴ്സൽ ആയിട്ട് ഇന്ന ഡയറ്റ് ഹെൽപ്പ് ചെയ്യുന്നില്ല. ചിലവർക്ക് അവരെ ഫുഡ് ചോയ്സസ് ഉണ്ട്. ആ ഫുഡ് ചോയ്സസ് എല്ലാം വെച്ചിട്ടേ നമുക്കത് ട്രാക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ. യെസ്. സോ മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആൾ അല്ലെങ്കിൽ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഈ ആൽക്കഹോൾ സ്മോക്കിംഗ് പോലുള്ള ഹാബിറ്റ്സിന്റെ എഫക്റ്റ് എന്താണ്? ഓക്കെ, അതിലുണ്ടാവുന്ന ആൽക്കഹോൾ എന്താ ചെയ്യുന്നത്? ആൽക്കഹോൾ ഈസ് അഗെയിൻ ഡെൻസ്, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ആൽക്കഹോൾ യു ഹാവ്. പൊതുവെ ഒരു തമാശ മട്ടിലാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു കൺസൾട്ടേഷൻ ഒരു വ്യക്തി വന്നപ്പം അയാൾ ചോദിച്ചു, ഒരു പെഗ് കഴിക്കുന്നു, പെഗ് കഴിച്ചാൽ കുഴപ്പമുണ്ട്, സ്മോൾ കഴിച്ചാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ ആസ്റ്റ് ടൈം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾ എത്ര സ്മോൾ കഴിക്കാറുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു 4. സോ നൗ ഡസ് ഇറ്റ് അക്കൗണ്ട് ടു സ്മോൾ? No. That has already become something, but you started with a small. Now this also does is this will put a stress on your liver. This will put again a stress on the insulin. അത് അവിടെ തന്നെ ഓൾറെഡി ഉള്ള പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ ശരീരം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിത്തിങ് ദാറ്റ് എക്സ്ട്രാ കംസ് ഇൻ ദി ഫോം ഓഫ് ദിസ് വുഡ് ആക്ച്വലി ട്രബിൾ യു. സെക്കൻഡ് തിങ് ഇസ് നിക്കോട്ടിൻ സ്മോക്കിംഗ് ചെയ്യുന്ന ലോങ് ടേം പ്രൊലോങ് സ്മോക്കിംഗ് ഈസ് ഓൾസോ വൺ ഓഫ് ദി റീസൺസ് ഫോർ people to get diabetic because that will cause insulin resistance, inflammation, insulin resistance എല്ലാം തന്നെ അത് ഉണ്ടാക്കും. So if you ask me whether it's a yes or no, it's a clear no. And people only ask this very silently.
അവർ ഓപ്പൺ ആയിട്ട് ചോദിക്കില്ല. ദിസ് വുഡ് ബി ആസ് യു സെഡ് ലാസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞ് ചോദിക്കില്ല. കാരണം ദേ നോ ദാറ്റ് ദിസ് ഇസ് സംതിങ്. അതിന്റെ ഇടയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണെങ്കിൽ ചോദിച്ച് അതിന് എന്തെങ്കിലും ഉത്തരം കിട്ടും. ബട്ട് ഇഫ് ഐ സർട്ടിഫൈ ഓർ ടെസ്റ്റിഫൈ ഇറ്റ് യെസ്, അപ്പം ടുമോറോ ഇറ്റ് വുഡ് കം ദാറ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒന്നടിച്ചോ കുഴപ്പമില്ല. പക്ഷെ അത് അങ്ങനെയല്ല. ദിസ് വിൽ ഡാമേജ്, ദിസ് വിൽ കോസ് എ ലോങ് ടേം എഫക്ട് in your liver and your respiratory system. Or even kind of smoking, cardiovascular illness. Already diabetes ഉള്ളപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ cardiovascular illnesses ആണ്. അതൊക്കെ വരാനുള്ള എല്ലാ സാധ്യതയും അതിലുണ്ട്. Irrespective of one cigarette, one pack, that doesn't matter. That intends to like why you want it. So anything from your side, the last before closing up? I would like everyone to understand and believe ഇത് കേൾക്കുമ്പോൾ ഇച്ചിരി നമുക്ക് ഓക്കെ ഒരു പുതിയൊരു കാര്യമാണെന്നുള്ള രീതിയിൽ തോന്നാം, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലെന്ന് തോന്നാം. അതിന് ഞാൻ എല്ലാവരും പറഞ്ഞു, ജസ്റ്റ് ഗിവ് ഇറ്റ് ട്രൈ ആൻഡ് സീ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം വേറെ. പക്ഷെ ഇത് നടന്നാൽ നിങ്ങൾ ജീവിക്കാൻ പോകുന്ന ഒരു ഫിയർലെസ് ലൈഫ് ആയിരിക്കും. ഫിയർലെസ് ലൈഫ് എന്ന് വെച്ചാൽ നാളെ ഇത് കഴിക്കുന്നതിന് മുന്നേ ആ പേടി ഉണ്ടാവും. ബിക്കോസ് യു വിൽ ബി ലിവിങ് എ വെരി കോൺഷ്യസ് മൈൻഡ്ഫുൾ ലൈഫ്. കോൺഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന ഒരു നമ്മളെ കുറിച്ചൊരു മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കും. അത് വേണോ എങ്കിൽ ദിസ് ഇസ് സംതിങ് വർത്ത് ട്രൈ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇത് എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് ഇൻസൈറ്റ്സ്. ഐ തിങ്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇന്ന് ഡയബറ്റീസ്, ഐ തിങ്ക് എവരിബഡി ഈസ് പ്രോൺ ടു ഡയബറ്റീസ്. കാരണം എല്ലാവരുടെ ലൈഫ് സ്റ്റൈൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇപ്പോ അഗൈൻ അതിന്റെ റിവേഴ്സലിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതും സംസാരിക്കുന്നതൊക്കെ വളരെ കുറവാണ്. എല്ലാവരും എൻഡ് ചെയ്യുന്നതും മരുന്നിലാണ്, മരുന്ന് എൻഡ് ചെയ്യുന്നത് അവരുടെ എൻഡ് വരെയാണ്. സോ ഐ തിങ്ക് ദിസ് ഇസ് എ വെരി റെലവന്റ് ടോപ്പിക് ഫോർ ദി പീപ്പിൾ ആൻഡ് താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു ഫോർ യെസ്. അപ്പൊ നമുക്ക് ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്, 100 വയസ്സ് വരെ നമുക്ക് ജീവനോടെ ഇരിക്കാം. അത് ജീവിച്ചുകൊണ്ടിരിക്കണോ അതോ മരുന്ന് കഴിച്ച് ഉരുണ്ടുരുണ്ട് പോകണോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഡയബറ്റീസ് മാത്രമല്ല, നമ്മളുടെ ലൈഫിൽ ഒരുപാട് ക്വാളിറ്റി ഓഫ് ദി ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്കിത് വളരെ ആവശ്യമാണ്. പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്ന ആൾക്കാരുടെ ലൈഫ് നിങ്ങൾക്ക് നോക്കിയറിയാം, അവരുടെ റിലേഷൻസും ഫിനാൻഷ്യലും എല്ലാം ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരിക്കും. ബിക്കോസ് ദെയർ മെന്റൽ സ്റ്റേറ്റ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. സോ ഗെറ്റിംഗ് ബാക്ക് ടു ലൈഫ് ഇൻ എ വെരി പോസിറ്റീവ് വേ does need these kind of lifestyle transformations, and we had Dr. Anand with us. I think ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഡോക്ടർ ആനന്ദിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് വിച്ച് യു തിങ്ക് we should address in the upcoming podcast, let us know and share this video to your friends, families and anyone whom you care about. And that's it. Subilal winding off from Health Talks. Thank you. We'll see you in the next podcast.